പ്രൈസ് ലോർഡ് സാജൻ പാസ്റ്റേ. ഓക്കെ ഓക്കെ ഉം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ ഈ സായാഹ്ന വേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിന്റെ മക്കളാകുന്ന ഞങ്ങൾ കർത്താവിന്റെ സന്നിധാനത്തോട് അടുത്തു വരുന്നു. കർത്താവെ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടിയങ്ങൾ നിന്റെ പാദപീഠത്തോട് അടുത്തു വരുന്നു. കർത്താവെ, അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്തവനായ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഗുണമിടയായി തീരേണ്ടതിന് വേണ്ടി അടിയങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കർത്താവെ ഗ്രൂപ്പിനെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിൽ കൂടെ കർത്താവ് കടന്നു വരുന്ന ജീവിതങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കേട്ട് ഗ്രഹിച്ച് കർത്താവെ ആത്മാവിൽ ബലപ്പെട്ട ആത്മാവിന്റെ ശക്തിയോടെ മുന്നേറുവാൻ കൊണ്ടും ആവശ്യമായിരിക്കുന്നതായ സ്വർഗീയ കൃപ കർത്താവ് ഓരോരുത്തരുടെ മേലും പകരപ്പെടേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണ്. പാടുവാനുള്ള കൃപ തരണമേ, പ്രാർത്ഥിപ്പാനുള്ള കൃപ തരണമേ, ആത്മാവിൽ ആരാധിപ്പാനുള്ള കൃപ തരണമേ, ആത്മീയ ബലം പ്രാപിപ്പാനുള്ള കൃപ താത ഈ അടിയങ്ങളുടെ മേൽ പകർന്നു തരേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നാഹത്തിൽ ഏകാഗ്രബോധത്തോടെ ആയിരുന്നുകൊണ്ട് കർത്താവെ ദൈവവചനം ധ്യാനിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പാടുമ്പോൾ ആത്മാവിൽ പാടി ആരാധിച്ച് ആത്മബലം പ്രാപിപ്പാന്റെ ഗുണം കർത്താവെ നീ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തക്ക സമയത്ത് ജോയിൻ ചെയ്ത് ഒന്നിച്ച് ആത്മീയ സന്തോഷം പ്രാപിച്ച് ആത്മീയ വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് ഉതകുന്നവരായി തീരുവാന്റെ ഗുണം കർത്താവ് അടിയങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം, പ്രാർത്ഥനയും മരുടെ കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്തോത്രം. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. Praise the Lord. Hallelujah. Greetings to the precious name of our Lord and Savior, Jesus Christ. We thank God for giving us this wonderful opportunity to stand before you. Carmel Prem ഒരുക്കുന്ന ഈ സൂമിൽ ഞങ്ങൾ ക്ഷണിച്ച ബിനോയ് പാസ്റ്റർ സ്നേഹം അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ സാജൻ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺസ് എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വചനം പറയാൻ കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ചാക്കോ ജോർജ് പാസ്റ്ററിനെ ഓർത്ത് സ്തുതിക്കുന്നു. ജോൺസ് എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ചില പാട്ടുകളെ പാടി ഒരുമിച്ച് കേൾക്കുന്നില്ല മതി. പാസ്റ്ററിനെ കേൾക്കാമോ? കേൾക്കാം. Hallelujah. Thank you, Jesus. നമ്മുടെ യേശുവിൻ എത്ര നല്ലവനാണ്, ആ കർത്താവ് എത്ര വല്ലഭനാണ്. ഹല്ലേലൂയ. ആ യേശുവാണ് നമ്മുടെ ആശ്രയം, ആ കർത്താവാണ് നമ്മുടെ ശൈലവും. ഹല്ലേലൂയ. In His word we can't depend on everyone, but we have one person to whom we can call upon, and that is our Lord Jesus Christ. Hallelujah. ഈ രാത്രി പറയുകയപ്പന്റെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ കഷ്ടങ്ങളിലും ഭാരങ്ങളിലും എൻ്റെ യേശു എനിക്ക് മതിയായവനാണ്. ഹല്ലേലൂയ. My God is enough for me. ഹല്ലേലൂയ. ആരെല്ലാം മാറിപ്പോയാലും മാറാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആപത്തിലും രോഗത്തിലും ആ കർത്താവാണ് നമ്മുടെ അഭയം. ഹല്ലേലൂയ. ഈ നല്ല ദൈവത്തെ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ പാരിലും
രാത്രികാലം എത്രകൾക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ ഉറവിടം അത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചാൽ നാം ഈ ലോകത്തെ വിട്ടു പോകുമ്പോൾ നമുക്കൊരു നിത്യത കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. If we lay a foundation in Christ Jesus, He knows the way for us. ഹല്ലേലൂയ. നാം ഏത് സാഹചര്യം കടന്നു പോയാലും അവിടുന്ന് എല്ലാം ആ കർത്താവ് ഹല്ലേലൂയ നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ. സ്വന്തം ജീവനെ തന്ന് നമ്മെ വീണ്ടെടുത്തൊരു കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ദുഷ്ടനെ നശിപ്പിക്കാൻ നോക്കിയാലും ദുഷ്ടമേഖലയിൽ നമ്മെ വീണാലും അവിടുന്ന് എല്ലാം വിടുവിപ്പാൻ കഴിയുന്ന ഒരേ ഒരു നാമമുള്ള ഹല്ലേലൂയ. അത് നാം സേവിക്കുന്ന യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. ഈ ആരാധന യോഗ്യനായ കർത്താവിനെ ഈ സർവ്വ മുഴക്കാലും മടങ്ങിയ നാമത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സന്തോഷത്തോടെ കരങ്ങളെ തട്ടി കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹാരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹാരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി,
ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചു ആ കരകളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Father. Thank you, Jesus. നാം ഇതുവരെ നടത്തിയത്, നാം ഇതുവരെ നിൽക്കുന്നത് ഈ രാത്രി പറയുന്ന കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ്, അവന്റെ സ്നേഹം മാത്രമാണ്. It's all because of His grace. It's all because of His mercy. It's all because of His never-ending love for us. Hallelujah. നമ്മെ നന്നായി അറിയുന്ന, hallelujah, ഒരു കർത്താവ് നമുക്കായുണ്ട്. ഹല്ലേലൂയ. ലോകം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും, ഹല്ലേലൂയ, നമ്മെ വിളിച്ചു, നമ്മെ രക്ഷിച്ചു, നമ്മെ സ്നേഹിച്ചവൻ എന്നാൾ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒരു നാളും തള്ളിക്കളയാത്ത, ഒരു നാളും നാം ഉപേക്ഷിക്കാത്ത ഒരു നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഉയർത്തിയ കർത്താവ്, ഇതുവരെ നിർത്തിയത് ആ യേശു. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മഹാസ്നേഹമാണ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടയട്ടെ, നമുക്ക് ആദ്യ ദ്വാരം സമർപ്പിച്ചാൽ. ഹല്ലേലൂയ. Oh, we thank you, Jesus. നിൻ മഹാ
Hallelujah, hallelujah. We thank you, Jesus. We thank you, Father. We thank you, Holy Spirit. Hallelujah. എണ്ണമില്ലാത്ത നന്മകളെ, എണ്ണമില്ലാത്ത കൃപകളെ നമുക്ക് നൽകിയൊരു കർത്താവ്, ഇത്രത്തോളം നടത്തൊരു യേശു, ഇത്രത്തോളം കാത്തു പരിപാലിച്ചൊരു യേശു. Hallelujah. Let's close our eyes and pray. Oh Lord, Heavenly Father, we thank you, Lord, for this one time to be in your presence, Lord Jesus. Lord, we've gathered you on this altar, Lord Jesus. Thank you for Holy Presence be with us from the start until the end. Thank you, Lord, for every good thing in our life. Forgive our sins. We believe it timelessly, Lord. Help us in heaven, Lord. Lord, I pray for each and every one gathered, Lord. Just be with them, bless them, and answer their prayers. I pray for the preacher who shared the gospel, Lord Jesus. Let it be blessed each and every person gathered, Lord. Touch their hearts, speak to them through the love of God, Jesus. I pray for each and every person, Lord Jesus. Thank you, Lord, for your unconditional love, your everlasting love, your grace, your mercy, your shower upholds, Lord Jesus. We submit each and everything to mighty hands. Thank you, Lord, for listening to our prayer. In Jesus' mighty, precious name we pray. Amen. Thank you. May God bless you all. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൊണ്ട് ദൈവമായ കർത്താവ് പ്രിയ സഹോദരങ്ങളെ ദൈവം ഇടയാക്കിയല്ലോ. അവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം അല്പനേരം പ്രാർത്ഥനയ്ക്കായി ചില വിഷയങ്ങൾ ദൈവസ്ഥനെ അതിൽ വഹിച്ച് പ്രാർത്ഥിപ്പാൻ കൊണ്ട് ആഗ്രഹിക്കുന്നതായിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും ദൈവസന്നാന്റെ ഹൃദയങ്ങളെ പകർന്ന് ഹല്ലേലൂയ അല്പനേരം ദൈവത്തെ സന്നാനത്തിൽ ദൈവത്തെ ഹല്ലേലൂയ പാടി ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ ദൈവത്തിന്റെ നാമം മഹത്വമായി തീരുമാനത്തെ കൊണ്ടമിടയായിട്ട് ഇന്ന് രാത്രികാലം നാം കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറിയ ഹല്ലേലൂയ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കൊണ്ടമിടയായി തീർന്നത്. അതുപോലെ ഇന്ന് രാത്രികാലം നാം ദൈവസന്നാനത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ നല്ല അംശം തിരഞ്ഞെടുക്കുന്നവരായി തീരുവാൻ കൊണ്ടും കർത്താവ് അല്ലെങ്കിൽ ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നാനത്തിൽ ഏകാഗ്രമാക്കി അല്പനേരം നമുക്ക് ദൈവസന്നാനത്തിൽ പ്രാർത്ഥിക്കുവാൻ കൊണ്ടും ഇടയായി തീരട്ടെ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ മറിയ ഹല്ലേലൂയ ദൈവസന്നാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചത് മുഖാന്തരമായിട്ട് അവളെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, അവളിൽ നിന്ന് ആരും അത് അപകരിക്കാത്ത ഒന്നാണ് എന്ന് നമുക്ക് ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാൻ കൊണ്ടമിടയായി. ഇന്ന് രാത്രികാലം നാം ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് ആരും അപകരിക്കുവാൻ കൊണ്ടമിടയായി തീരാത്ത നിത്യമായ ആ ദൈവിക സാന്നിധ്യം വാസ്തവമായി നമുക്ക് അനുഭവിച്ചറിഞ്ഞത് ആത്മാവിൽ ബലം പ്രാപിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ച് അത് ശരീരത്തിലും ആത്മാവിലും ബലമുള്ളതായി തീരുവാൻ കൊണ്ടമിടയായി തീരേണ്ടതിന് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളോട് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ കൊണ്ടമിടയായി തീർന്നല്ലോ. ഞങ്ങളുടെ ചർച്ചിലുള്ളതായ ഒരു സഹോദരന്റെ പൈതല് ഹല്ലേലൂയ പെട്ടെന്ന് ഉണ്ടായതായ ഒരു ആക്സിഡന്റിനെ തുടർന്ന് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആകുവാൻ കൊണ്ടമിടയായി തീർന്നു. ഹല്ലേലൂയ ചൊവ്വാഴ്ച ദിവസമായിരുന്നു ആ സംഭവം നടക്കുവാൻ കൊണ്ടമിടയായി തീർന്നത്. അന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഹല്ലേലൂയ യാതൊരു ഹോപ്പും ഇല്ലാതെ ഇരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ഇനി ലഭിക്കയില്ല എന്നുള്ളതായ ഒരു ചിന്തയോടെ ഞങ്ങളായിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ ബുധനാഴ്ച ദിവസം ഹല്ലേലൂയ പ്രഭാതത്തില് പൈതലിനെ ഹല്ലേലൂയ കോൺഷ്യസ് ആകുവാൻ കൊണ്ടതേമായ കർത്താവ് സഹായിച്ചു. അതിനുശേഷമായിട്ട് അല്പമായി ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ഒന്നുകൂടെ ബെറ്ററായി വരുവാൻ കൊണ്ടമിടയായി തീർന്നു. ഇന്ന് വരെയുള്ള സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും അവന്റെ ജീവിതത്തിൽ ബെറ്റർനെസ് അനുഭവിപ്പാൻ കൊണ്ണം ഇടയായി തീരുന്നു എന്നുള്ളതായ വിവരങ്ങൾ അടിയങ്ങൾക്ക് അറിയുവാൻ കൊണ്ണം ഇടയായി തീരുന്നു. ഹല്ലേലൂയ അനേക സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കൊണ്ണം ഇടയായി തീരുന്നു. നാമും ഈ ഗ്രൂപ്പിലെ ആ വിഷയത്തെ പ്രാർത്ഥിക്കുവാൻ കൊണ്ണം ഇടയായി തീർന്നല്ലോ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം അതാതിന്റെ സമയങ്ങളിൽ മറുപടി നൽകി തരുന്ന ദൈവമാണ്. ആകിയാൽ ഇന്ന് രാത്രികാലം പിന്നെയും പല വിഷയങ്ങളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥിക്കും. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ് ഹല്ലേലൂയ നമ്മുടെ ഈ ഗ്രൂപ്പിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. അനേകർക്ക് ആശ്വാസമായി അനേകർക്ക് വിടുതലായി തീരുവാൻ കൊണ്ട് ഈ ഗ്രൂപ്പ് മുഖാന്തരം ഈ നടക്കുന്ന ഈ മീറ്റിംഗ് മുഖാന്തരം അനേക പുതിയ ആത്മാക്കൾ കടന്നു വന്ന് ഹല്ലേലൂയ ദൈവവചനം കേട്ട് ആത്മാവിൽ ബലം പ്രാപിക്കുന്നവരായി തീരുവാൻ അവരുടെ ശാരീരികമായ പ്രയാസങ്ങൾ ഭാരങ്ങൾ അകലുവാൻ കൊണ്ണം ഇടയായി തീരേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം ഹല്ലേലൂയ പുതിയ നിയമത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശു എവിടെയൊക്കെ കടന്നുപോയോ അവിടെയെല്ലാം അവനെ ഹല്ലേലൂയ ചുറ്റി അനേകായിരങ്ങൾ കടന്നു വരുവാൻ കൊണ്ണം ഇടയായി തീർന്നു. എന്നാൽ വിശ്വാസത്തോടെ കടന്നു വന്ന് ഹല്ലേലൂയ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടതായ സഹോദരിക്ക്
രാത്രികാലം ആവശ്യബോധത്തോടെ കടന്നു വരുന്നതായ വ്യക്തിയുടെ മേൽ ഹല്ലേലൂയ അവന്റെ ശക്തി പുറപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് തിരുവചനം നമ്മളൊക്കെ മനസ്സിലാക്കുവാൻ ഇടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടായിരിക്കും, കർത്താവേ ഇന്ന് രാത്രികാലം നിന്നിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ചയുടെ രാത്രിയുടെ ആമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയുടെ ആമത്തിൽ കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം. യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നവൻ തന്റെ ചെവിയങ്കലേക്ക് ചായ്ക്കുന്നുണ്ട്. ഞാൻ ജീവകാലമൊക്കെ അവനെ വിളിച്ചപേക്ഷിക്കും. അവിടുന്ന് മരണപാശങ്ങൾ ഞങ്ങളെ ചുറ്റിയാലും പാതാള വേദനകൾ പിടിച്ചാലും കർത്താവേ, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീര്, ഞങ്ങളുടെ കാലിന് വീഴ്ചയെന്നൊക്കെ സൂക്ഷിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരു രാത്രികാലം ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാനത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം കർത്താവേ. നന്ദിയല്ലാതെ സ്തോത്രമല്ലാതെ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്നും പറയുവാനില്ല കർത്താവെ. നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും കർത്താവെ. ജീവന്റെ ഉടയവനെ, ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്ന് ഓരോ ദിവസവും ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഹൃദയംഗമായി ഞങ്ങളെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക കർത്താവെ. സ്തോത്രം സ്തോത്രം. അവേ, ഞങ്ങളെ തന്നപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ജീവൻ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരുവാൻ, ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ നന്മയും പൂർണ്ണതയും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, 2 3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവേ. ആദിയോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവാ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച യഹോവാ ശ്രദ്ധ വെച്ച് കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അപ്പൊ അനർത്ഥങ്ങളൊന്നും വ്യസനമാകാതെ സൂക്ഷിക്കുന്ന കർത്താവേ. അപ്പൊ രാത്രി കാലം ഞങ്ങൾ കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി കോടാനുകോടി സ്തോത്രം സ്തോത്രം. 23 വയസ്സുള്ള യൗവനക്കാരന കർത്താവേ, 33.5 തിരുവയസ്സിലെ തങ്കച്ചോര. അപ്പൊ ഇതെല്ലാം നരമ്പുകളിൽ മേലങ്ങ് ഒഴുക്കിയിരിക്കുകയാലും സ്തോത്രം കർത്താവേ. അവൻ സാധാരണ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ അപ്പച്ച മടക്കി കൊണ്ടുവന്നു. യഹോവ എനിക്ക് വൻ കാര്യങ്ങളെ ചെയ്തെന്ന് പറയുന്ന നാളുകൾ അതിവിദൂരമല്ല ഞങ്ങൾ വിശ്വസിക്കുക കർത്താവേ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കൺമേലിറങ്ങിയെത്തി ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ കർത്താവെ. ഞങ്ങളുടെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ പണിയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക അപ്പച്ചാ. കൂടി വന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാർമേൽ പ്രയർ ഗ്രൂപ്പ് 2.5 വർഷക്കാലമായി അവയെ ജയോത്സവമായി അവിടുന്ന് കൊണ്ടുപോകുന്ന വൻകൃപയ്ക്കായി സ്തോത്രങ്ങൾ. ആരും പ്രാഗൽഭ്യമുള്ളവരല്ല കർത്താവെങ്കിലും ഒരു വിക്കനായ മോശയുടെ കൂടെ ഇരുന്ന ദൈവം അവന്റെ കരം പിടിച്ച് നടത്തി കർത്താവ് ഇന്നയോളം കൊണ്ടുവന്നതുപോലെ ഞങ്ങളെയൊക്കെ ഇത്രത്തോളം സഹായിച്ചല്ലപ്പാ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവിന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവെ മറുപടി തന്നു മാനിക്കുന്ന ദൈവമാകിയാലും സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി കാലം പാടിയ കുഞ്ഞുങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ നിറഞ്ഞു കർത്താവെ അങ്ങേക്ക് വേണ്ടി പാടുവാൻ കർത്താവ് അങ്ങയുടെ നാമത്തെ മഹത്വമായി ജീവിക്കുക. അതിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കണ്ട ദൈവമാകിയാലും സ്തോത്ര. യൗവനത്തിൽ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിക്കാതെ അനേകർ കർത്താവെ ലോകമോഹത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ കർത്താവിടെ അവിടെയായി കുഞ്ഞുങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി താലന്തുകൾ കൊടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ഓരോ കുഞ്ഞുങ്ങളെ സഹായിക്കണം. പാടിയ കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥി. ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളെ പാട്ടുകാരായി കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങളായി കുടുംബമായവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കയറി ഓരോ കുടുംബങ്ങളെയും പേര് പറഞ്ഞപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ആശ്വസിപ്പിക്കണമേ. അനവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും അങ്ങയുടെ സന്നിധി വെച്ചിട്ടുണ്ടല്ലോ കർത്താവേ. അപ്പാ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാകിയാൽ സ്തോത്ര. ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും എല്ലാ വിഷയങ്ങൾക്കും ഞങ്ങൾക്ക് മറുപടി തന്നു. ഓരോ വിഷയങ്ങളെയും അവിടുത്തെ കർത്താവ് മറുപടി തന്നു മാനിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്ര
സ്തോത്രം കർത്താവെ. ഹൃദയത്തിന്റെ ഞരക്കം അറിയണമേ, ഹൃദയത്തിന്റെ വേദന അറിയണമേ കർത്താവെ. അപ്പൊ ശാരീരികമായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ അവിടുന്ന് അടിപ്പിണരാലുള്ള സൗഖ്യത്തെ അയക്കണമേ കർത്താവെ. അപ്പച്ചാ ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട ലോകത്തെ കുഞ്ഞുങ്ങളിലായിരിക്കുമ്പോൾ കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ അനേകായിരം തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ കർത്താവിന്റെ സ്നേഹത്തിലേക്കൊന്ന് മാടി വിളിക്കുവാൻ, കർത്താവിന്റെ സ്നേഹം അവരിലേക്കൊന്ന് ഇറങ്ങുവാൻ സഹായിക്കണമേ. അക്ഷീണം പ്രവർത്തിക്കുന്ന സകല ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, സഭയാം കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ എല്ലാ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി എല്ലാ അഭിഷിക്തന്മാരെ ഉപയോഗിക്കണമേ. സൂം പ്ലാറ്റ്ഫോമുകളും പരസ്യോഗങ്ങളി കർത്താവെ, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ജയിൽ മിനിസ്ട്രി, ട്രൈബൽ മിനിസ്ട്രി, മറ്റ് പലവിധമായ മിനിസ്ട്രികൾ നടത്തുന്ന എല്ലാ അഭിഷിക്തന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ ഉണർവ് യോഗങ്ങൾ കർത്താവെ, കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ എൻ്റെ മക്കളില്ലാത്ത തലമുറകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ വിവാഹപ്രായമായ സകല കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനിയും താമസിക്കല്ലേ അപ്പച്ചാ, അടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനുള്ള കൃപർണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം ഒരാപ്പുകൾ നിലവിളിക്കുന്നതിന്റെ വ്രതമാണ് കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും ഒരു വേഗത്തിൽ പ്രതിക്രിയ നടത്തി കർത്താവെ രക്ഷിക്കുന്ന ദൈവമേ. ഇന്ന് രാത്രി ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വിവാഹം വേഗത്തിൽ നടക്കുവാനും തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. സിസ്റ്ററെ ഓർക്കുന്നു, ആരതിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അശ്വതിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കൃപയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ സഹോദരി കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവെ. അപ്പൊ നാൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളേക്കും അപ്പൊ വരുന്നേണ്ടി ഈ നേരത്തെ കുഞ്ഞുങ്ങളെല്ലാവരും തലമുറകളെ അണയ്ക്കുന്ന കുഞ്ഞുങ്ങളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥി. എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ അപ്പ. ഇന്ന് രാത്രി കാലത്തെ അപ്പച്ച ഭാരമേറിയ വിഷയങ്ങളുമായി കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അപ്പച്ച ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ഞെരങ്ങുന്ന വിഷയങ്ങളുണ്ട്. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. ഓട്ടിസം പോലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പൊ മഞ്ജുഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ വൈതലിന് ഒരു വിസ ലഭിക്കണം കർത്താവെ, നല്ലൊരു ജോലിയെ കൊടുക്കണം അപ്പാ. ദൈവമേ, നിരാശപ്പെടുവാൻ അനുവദിക്കല്ലേ. ഉക്കയുടെ മണ്ണിൽ നിന്റെ മകളെ അവിടുന്ന് അങ്ങയുടെ രാജ്യത്തിന് പ്രയോജനമായി അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഊപ്പി ഭാരത്തോടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത്, എല്ലാ രാജ്യങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം വചനവുമായി ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന അഭിഷിക്ത കുടുംബത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കഴിഞ്ഞ ആളുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വചനം സംസാരിച്ച അഭിഷിക്തനാണല്ലോ കർത്താവെ. വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം. അമേരിക്കയുടെ ഉണർവിന് വേണ്ടി കർത്താവെ, ആ രാജ്യത്തുള്ള എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ ഇന്ന് രാത്രി കാലത്തെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണം. ദൂരത്തും ചാരത്തുമായി കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരനുഗ്രഹത്തിന്റെ രാത്രിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമ നൂറ്റാണ്ടി വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ഉലാവി കർത്താവേ. എൻ്റെ മകന്റെ വചനവായിൽ കൂടെ കേൾക്കുന്ന വചനം കർത്താവേ, ഓരോ ജീവിതത്തിനും അനുഗ്രഹമായി, അത്ഭുതമായി, വിടുതലായി, ആരോഗ്യമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. ആദ്യോടെ പരിശുദ്ധാത്മാവ് ഇത്രയും നെറ്റിന്റെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകല്ലേ. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി ഇസ്രായേലിന്റെ മണ്ണിൽ കർത്താവെ ആയിരുന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. കർത്താവിനെ നോക്കുന്ന പേഷ്യൻസിനെ ഏൽപ്പിക്കുന്ന ആരാധനയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ടുത്തരമറലുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സ്നേഹവാൻ പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ ഈ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. പ്രതിയാൽ കർത്താവേ, ഈ ആരാധന ലീഡ് ചെയ്യുന്ന ദൈവാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. കർത്താവ് ഇത്രത്തോളം ലീഡ് ചെയ്യുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. തന്റെ പ്രവർത്തനങ്ങൾ, തന്റെ കുടുംബത്തിന്, തന്റെ സഭയെ, തന്നായിരിക്കുന്ന മേഖലയും പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായി തന്റെ വിഷയത്തിന്മേലെല്ലാം കർത്താവ് അത്ഭുതം ചെയ്യണമേ. താൻ പറഞ്ഞ സാക്ഷ്യത്തിന്മേൽ കർത്താവേ, ആ പൈതലിനെ കണ്ടാൽ കർത്താവേ, ഞാൻ ഓർത്ത് മരിച്ചു പോയതാന്ന് ഓർത്ത് കർത്താവേ, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം എന്ന് കർത്താവ് കാണുവാൻ, കർത്താവ് കേൾക്കുവാൻ, കർത്താവ് ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ.
പ്രത്യാൽ ഈ ഗ്രൂപ്പിന് കർത്താവ് ലീഡ് ചെയ്യുന്ന ദൈവാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവാസിയെ കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ദൈവമേ ഇത്രത്തോളം ഈ ഗ്രൂപ്പിനെ 2.5 വർഷത്തോളം നയിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ആത്മീയ ഭൗതികമായി കർത്താവെ, ദൈവത്തിന്റെ വചനം വായിച്ച് കേൾപ്പിക്കുന്നവർ അതിൽ പ്രമാണിക്കുന്ന ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ കർത്താവെ, ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന ദൈവമേ, നീ അമർത്തി കുലുക്കി ഒരു നല്ല പ്രതിഫലം ആ ദൈവാസി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. സൂം പ്ലാറ്റ്ഫോമിനായി സ്തോത്രം കർത്താവെ. ഈ മീറ്റിംഗ് മാത്രം അനേക രക്ഷിക്കപ്പെടുവാൻ, അനേക കർത്താവിനെ കണ്ടെത്തുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവമേ നിന്റെ പ്രവൃത്തി ഇതിൽ മേൽ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവം നിന്റെ കരങ്ങളിലേക്ക് ഇതിൽ കടന്നു വന്ന് ഇന്ന് വരെ സൂക്ഷിച്ച് കടന്നുപോയ ദൈവാസന്മാരെയും ഇതിൽ കേട്ട് കയറിപ്പോയ ദൈവമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് അതിൽ ഇന്നു മുതലേ പ്രാർത്ഥിച്ച സകല വിഷയത്തിലും പരിശുദ്ധാത്മാ അത്ഭുതം ചെയ്ത് കേൾക്കാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. പ്രത്യേക കർത്താവെ, ഇന്ന് ഗാനങ്ങൾ ശുശ്രൂഷിക്കാൻ കർത്താവെ, നയിക്കുവാൻ കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കിയ ആ ടീമായി കർത്താവ് കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് പാടിയ കുഞ്ഞിനെയും അതിന്റെ കൂടെ ആയിരുന്ന എല്ലാവരെയും കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. അവർ ദേശത്ത് അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. കർത്താവ് ദൈവരാജ്യത്തിൽ വലിയ പ്രയോജനപ്പെടുവാൻ അനേക ക്രിസ്തുവിലേക്ക് നേടുവാൻ കർത്താവ് അവരെ ഉപയോഗിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളെ മാനിക്കണമേ കർത്താവ്. അവരുടെ വിശാലത ഒരുക്കി കൊടുക്കണമേ ഉപേക്ഷിക്കും കർത്താവ്. ദേശങ്ങൾ നെടുകയും കുറയുന്ന കർത്താവ് നേരിട്ട് കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവരെ എടുത്ത് ഉപയോഗിക്കണമേ ഉപേക്ഷിക്കും. ദൈവപ്രവൃത്തി അവർ വിളിപ്പെടണമേ ഉപേക്ഷിക്കും കർത്താവ്. കർത്താവ് ഇന്ന് വചനം ശുശ്രൂഷിക്കും ദൈവാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവ്. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. വചനത്തിന്റെ ശക്തിയോടെ വചനത്തിൽ എഴുതിയ ഏത് ആത്മാവിനെ എഴുതപ്പെട്ട അതേ ആത്മാവിനായി എഴുതി സംസാരിക്കാൻ കർത്താവിടേക്ക് മനുഷ്യമായ ഒന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല കർത്താവ്. മനുഷ്യന്റെ ഒരു കാര്യങ്ങളും കേൾക്കേണ്ട കാര്യമില്ല കർത്താവ്. ദൈവികമായ ദൈവത്തിന്റെ ആത്മാവ് മാത്രം ഞാൻ സംസാരിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ ഉപേക്ഷിക്കും കർത്താവ്. പ്രത്യാശയിൽ കൂടുന്ന ഞങ്ങളുടെ ദൈവമക്കളെ എല്ലാം മുഖത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. കർത്താവെ കടപ്പാടത്താൽ ഭാരപ്പെടുന്നുണ്ട്, ലോണിന്റെ വിഷയത്താൽ ഭാരപ്പെടുന്നുണ്ട്, ജോലിയിൽ ഭാരപ്പെടുന്നുണ്ട്, വിദ്യാഭ്യാസ സംബന്ധമായി ഭാരപ്പെടുന്നുണ്ട് കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നുണ്ട്, വിവാഹപരമായി കർത്താവ് ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, തന്റെ കാക്കയോട് കൽപ്പിക്കുന്ന ദൈവം, മനുഷ്യരോട് കൽപ്പിക്കുന്ന ദൈവം, തന്റെ ദൂതനോട് കൽപ്പിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവെ നീ അത്ഭുതം ഈ ദിവസങ്ങളിൽ കൽപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. വലിയ വിടുതൽ, വലിയ അനുഗ്രഹം കർത്താവ് ഇതിലേക്ക് കടന്നു വന്ന് കർത്താവെ. വലിയ വിടുതൽ വചനം കേട്ട് കർത്താവെ വചന ക്രിയ ചെയ്യുവാൻ കർത്താവെ. നിന്റെ അപ്പത്തിന്മേൽ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിയുമ്പോൾ അത് നിനക്ക് മടക്കി പ്രതിഫലം ഇരട്ടി പ്രതിഫലമായി ലഭിക്കുന്നു വചനം കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ എറിയുന്ന പ്രാർത്ഥന അത് ഇരട്ടി പ്രതിഫലമായി ഞങ്ങൾ കാണുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഇതിന്റെ ഡിവൈസിനെ നിയന്ത്രിക്കുന്ന ദൈവാസനെയും കർത്താവ് അനുഗ്രഹിക്കണം. അവന് കർത്താവെ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട നന്മ കൊടുക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ്. യുദ്ധത്തിന് പോയവരെയും അവരുടെ സാമാനങ്ങൾ കാത്തുവരക്ക് എല്ലാവർക്കും പ്രതിഫലം വിധിച്ച പോലെ കർത്താവ് ഒരുപോലെ പ്രതിഫലം വിധിച്ച ദൈവമേ ആ കുഞ്ഞുങ്ങൾക്ക് എല്ലാം മാനിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് വെച്ചിങ്ങനെ എല്ലാ കുടുംബങ്ങളെ ആളാം പ്രതി പേര് വരെ ആരും ദുഃഖത്തോടെ ഭാരത്തോടെ നെടുവെടുപ്പോടെ സങ്കടത്തോടെ കടന്നു ദൈവത്തിന്റെ ആ വചനം വായിച്ച് കർത്താവെ ആ സൗഖ്യമാക്കുന്നവർ അവരുടെ മുറിവുകൾ കെട്ടുന്ന അവരെ അനുഭവിക്കുന്ന ഭാരങ്ങൾക്ക് വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് വെച്ചിരിക്കും. സന്തോഷത്തോടെ വചനം കേട്ട് ആരാധിച്ച് സന്തോഷത്തോടെ കടന്നു കർത്താവ് ഇടയാക്കണമെന്ന് വെച്ചിരിക്കും കർത്താവെ. ഇന്ത്യ വിവിധ രാജ്യങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ എല്ലാ വിഷയത്തിലും കർത്താവ് നിന്റെ ഭാരം യഹോവയോട് വെച്ചു കൊടുക്കുക. അവൻ നിങ്ങളെ പുലർത്തും ദൈവത്തിന്റെ വചനം നീതിമാൻ കുലുങ്ങിപ്പോവാൻ ഒരിക്കലും അവൻ സമ്മതിക്കില്ല കർത്താവ്. ഒരിക്കലും ഞങ്ങൾ തളരാതെ കർത്താവ് ദൈവത്തിന്റെ ഞങ്ങൾ ഭാരം വെച്ച് ഞങ്ങൾ ഭാരങ്ങളെ വിട്ടുകൊടുത്തു കർത്താവ്. ഒരു പ്രിയ ഒരു ഹൃദയത്തോടെ ദൈവസ്ഥലോട് ഞങ്ങൾ അടുത്ത് വരുന്നു കർത്താവെ. ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ക്രിയ ഞങ്ങൾ ജീവൻ നടത്തുന്നതിനായി സ്തോത്രം. എല്ലാം കൂടി ദൈവനാമോഹത്തിനകത്തിട്ടുണ്ട് കർത്താവെ. അതിന്റെ നെറ്റുകളെയും കർത്താവെ ദൈവന്റെ കമ്മ്യൂണിക്കേഷൻ എല്ലാം കർത്താവ് മാനിക്കണം. ഒന്നിക്കും തടസ്സം ഉണ്ടാകാൻ അനുവദിക്കാതെ ദൈവപ്രവൃത്തികൾ തുറന്നുള്ള മീറ്റിങ്ങുകളും തുറന്ന സമയങ്ങളെല്ലാം കർത്താവിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടും. കർത്താവ് പ്രാർത്ഥിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രാർത്ഥിച്ചവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നാം കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ തക്കൊണ്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസനെ ഞങ്ങൾ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. സമയം കൊടുത്ത് പറയാമോ? 10:40 വരെ കുഴപ്പമില്ല. ഇന്ത്യൻ ടൈം ഇപ്പം 9:46 അല്ലേ? കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഏതോ ഒരു മീറ്റിംഗിൽ നിങ്ങളോടുകൂടെ സമയം ചെലവഴിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഗ്രേസ്യാന്റെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാധിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനൊരു മീറ്റിംഗ്, ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞാൻ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വളരെ തിരക്കായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ ക്യാൻസറായിട്ട് കൂടുതലായിട്ടിരുന്ന് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നീട് ഞാൻ ഇന്ത്യക്ക് പോയി.
ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നു. മറ്റു തിരക്കുകളെല്ലാം കഴിഞ്ഞു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഗ്രേസി ആന്റി ഒരു പ്രാവശ്യയുടെ വന്ദനവും നന്ദിയും, അവസരം എന്നെ റെക്കമെൻഡ് ചെയ്ത പാസ്റ്റർ ബിനോയ്ക്ക് നന്ദിയും, ഇന്ന് ലീഡ് ചെയ്യുന്ന സാദിൻ ഷുമേൽ പാസ്റ്റർക്കായിട്ടും ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളാണ്. We are going to meditate from Philippians chapter 3 verses 1 to 14. എല്ലാവരും ബൈബിൾ എടുക്കണം. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുമെങ്കിൽ, മറ്റു തിരക്കുകളൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രസംഗത്തിന് ഒരു ഫ്ലോ ലഭിക്കുന്നതായിരിക്കും. 3-ാം അധ്യായം 1 മുതൽ 14 വരെ ഞാൻ വായിച്ചോളാം, ആരും വായിക്കൊന്നും വേണ്ട. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിക്കുവിൻ. അതേ കാര്യം തന്നെ നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പും ആകുന്നു. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിക്കുവാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത്, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല. അതാണ് നമ്മുടെ കുറിവാക്യം, 8-ാം വാക്യം. കീ വേഴ്സ് ഈസ് വേഴ്സ് 8. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് ഇട്ടത്. അതാണ് നമ്മുടെ കുറിവാക്യം. 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. വേഴ്സ് 11, 11-ാം വാക്യം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നിടുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളത് ഞാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രി ഈ ധ്യാനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണം. ജെറുസലേമിൽ ഏതാണ്ട് 7:19 വൈകുന്നേരം, നാട്ടിൽ 9:50. ഇവിടെ അമേരിക്കയിൽ കർത്താവേ 11:20. ഞങ്ങൾ പല സോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവചനം കേൾക്കും. ഈ രാത്രിയുടെ ധ്യാനം നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരോടും നമ്മൾ ചെന്ന് സംസാരിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ അങ്ങ് മണല് പിരിക്കുന്നത് പോലെ. എന്തുകൊണ്ട് അച്ഛാ വിശേഷം എന്ന് ചോദിച്ചാൽ, ആ മണല് കൊണ്ട് കയറ് പിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് കഠിന പരിശ്രമമാണ്. ഡോക്ടറേറ്റ് എടുത്ത ഒരു പാസ്റ്റർ ഡാളസിലുണ്ട്, എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കൽ, അച്ഛാ എന്തുകൊണ്ട് വിശേഷം, ചില വിശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുക, കാള വലിക്കുന്നത് പോലെ വലിക്കുക. ഡാളസിൽ കിടന്നുകൊണ്ട് പറയുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇവിടെ പാസ്റ്ററുടെ മുഖം കാണാം, മോളി സിസ്റ്ററുടെ മുഖം കാണാം, മനോജിന്റെ സഹോദരന്റെ മുഖം കാണാം. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തോട്ട് നോക്കിയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരങ്ങ് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ
ആശാരി ഉപദേശി ചോദിക്കുന്നത് പോലെ നീ എന്തോത്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ചിലര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിടന്നങ്ങ് മരിക്കുക, ചിലരൊരു വീട് പണിയാൻ വേണ്ടി കിടന്നങ്ങ് ചാകുക, ചിലര് വസ്തു മേടിക്കാൻ, എനിക്കറിയത്തില്ല, ഓരോരുത്തരും അങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിന്റെ കോൺസെൻട്രേഷൻ ജീവിക്കുന്നത് തന്നെ അവരോട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ ഓരോരോ മറുപടികളാണ്. അപ്പോസ്തലനായ പൗലോസിനെ ഇങ്ങോട്ട് മാറ്റി വിളിച്ചിട്ട് അദ്ദേഹത്തോടിടും, ഇയാൾ എന്തിനാ ഈ ജീവിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? 14-ാമത്തെ വാക്യത്തിൽ ലാക്കിലേക്ക് ഓടുന്നു, റണ്ണിങ് ടു ഡെസ്റ്റിനേഷൻ. ഞാൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് പറഞ്ഞാൽ കഠിനമായ പരിശ്രമം, എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടി കഠിനമായ പരിശ്രമം ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസ്. തന്റെ ജീവിതത്തിന് ഒറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ, ഒറ്റ ലാക്കേ ഉള്ളൂ, ഒരു ബിരുദ് മാത്രമേ ഉള്ളൂ, മാത്രമേ താൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അരുൺ ബ്രദറിന്റെ മൈക്ക് ഓഫ് ചെയ്യണേ. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് താൻ കിടന്നങ്ങ് ഓടുകയാണ്. ആ കാര്യം താൻ പറയുകയാണ് 8-ാമത്തെ വാക്യത്തിൽ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ, ഐ വാണ്ട് ടു നോ ദി എക്സലൻസി ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ എനിക്ക് ആഴമായി അറിയണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാ എനിക്ക് കർത്താവ് തന്നത് കഴിഞ്ഞ രാത്രിയിൽ. രക്ഷിക്കപ്പെട്ടവൻ യേശുവിനെ അറിയുകയല്ലേ? അതെ. പൗലോസ് ചോദിച്ചു അപ്പോസ്തല പ്രവൃത്തിയിൽ, നീ ആരാകുന്നു കർത്താവേ? നമ്മൾ എപ്പോഴെങ്കിലും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങ് ആരാകുന്നു കർത്താവേ? കാരണം അവൻ വലിയ തൃഷ്ണയോടുകൂടെ, വലിയ ദാഹത്തോടു കൂടെ യേശുവെ അങ്ങ് ആരാകുന്നു ചോദ്യം. ഒറ്റ മറുപടി കൊടുത്തു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു, നീ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഇവൻ ചിന്തിക്കാൻ തുടങ്ങി, അയ്യോ ഞാൻ യേശുവിനെയാണോ ഉപദ്രവിക്കുന്നത്? അതെ, ക്രിസ്ത്യാനിറ്റിയെ ഉപദ്രവിക്കുമ്പോൾ, വീടുകൾ തോറും കയറിയിറങ്ങി ഉപദ്രവിക്കുമ്പോൾ, അവരെ കൊല്ലുമ്പോൾ യേശു പറയുകയാണ് എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ആഹാ, അങ്ങനെയാണ് യേശുവിന്റെ ശരീരമാണ് സഭ എന്നുള്ള വിഷയം പൗലോസ് പിന്നീട് പഠിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി യേശുവിന്റെ ശരീരമാണ് അവന്റെ വിശ്വാസികൾ എന്ന് പറയുന്നവർ. എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നോട് തന്നെ ചേർക്കുകയായിരുന്നു, തന്റെ ശരീരത്തോട് ചേർക്കുകയായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 28 വരെയുള്ള ഹിസ്റ്ററിയെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. താൻ റോമിൽ ചെന്നു. ലൂക്കോസ് എഴുതിയതനുസരിച്ച് റോമിൽ ചെന്ന്, അങ്ങനെ ഞങ്ങൾ റോമിൽ ചെന്നു. റോമിൽ ചെന്ന് വാടകയ്ക്കെടുത്ത വീട്ടിൽ താൻ കിടന്നുകൊണ്ട്, ചങ്ങല ധരിച്ചുകൊണ്ട് താൻ ലേഖനം എഴുതുമ്പോൾ, ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന പദപ്രയോഗങ്ങളിൽ ഒരു ഭാഗമാണ് ഇവിടെ വന്നതിന്റെ ആരംഭത്തിൽ. പരിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞ നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ വീണ്ടും പഴയ നിയമത്തിന്റെ ബന്ധനത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന കുറെ പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് പഴയ നിയമം വേണം, രക്ഷിക്കപ്പെടുന്നതിന് പരിച്ഛേദന വേണം, ന്യായപ്രമാണത്തിന്റെ റിച്വൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വിരുദ്ധ തെറ്റിക്കാൻ പലരും നോക്കും. അവരെ നിങ്ങൾ സൂക്ഷിക്കണം. സങ്കീർത്തനം 22 ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു. ഇവിടെ ദുരുപദേശകന്മാരെ പൗലോസ് വിളിക്കുന്നു നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞാൽ ശബ്ദിച്ചതിനെ തിരിഞ്ഞു നക്കുന്ന നായ്ക്കളെ പോലെ ക്രിസ്ത്യാനിറ്റി തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ ന്യായപ്രമാണത്താലുള്ള നീതീകരണത്തെ കളഞ്ഞതാണ്. അതിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അത് ഡോഗിന്, നായ്ക്കൾക്ക് തുല്യം. നായ്ക്കളെ സൂക്ഷിപ്പീൻ, നായ്ക്കളെ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, ആർക്കെങ്കിലും ജഡത്തിൽ പ്രശംസിപ്പാൻ വഴിയുണ്ടെങ്കിൽ
എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു ഒരു പ്രൗഡ് എടുക്കാൻ വഴിയുണ്ടെങ്കിൽ അത് എനിക്കാണ്. കാരണം ഞാൻ 8-ാം നാളിൽ പരിച്ഛേദന കേട്ടവർ 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജാതിക്കാരൻ, അതും ബെന്യാമീന്യ ഗോത്രക്കാരൻ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യനായിരിക്കുന്നവൻ. എങ്കിലും 7-ാം വാക്യം, എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി ഏറ്റവും വലിയ നിധിയാകുന്ന, വിലയേറിയ സമ്പത്താകുന്ന, കൊച്ചുകുഞ്ഞുദ്ദേശി പാടിയതുപോലെ എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രമോ. എത്ര ശ്രേഷ്ഠമാണ് മലയാളികൾക്ക് വേണ്ടി ആ ഒരു കാര്യം. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രം. ദൈവത്തിന് സ്തോത്രം. ഇത് കണ്ടെത്തിയ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിനെ സമ്പത്തായിട്ട് കണ്ടപ്പോൾ എനിക്ക് ലാഭമായിരുന്നതിനെ മുഴുവനും എടുത്ത് ഞാൻ ട്രാഷിലേക്ക് ഇട്ടു. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് നൽകുവാനുള്ള സന്ദേശം, രക്ഷിക്കപ്പെട്ടത് സത്യമാണ്, പരിശുദ്ധാത്മാവിനാൽ നൽകുന്നത് സത്യമാണ്, യേശുവിന്റെ വരവിനായി നോക്കി പാർക്കുന്നവരുമാണ്. എന്നാൽ ഡെയിലി ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്ന പലതിനെയും എടുത്ത് ട്രാഷിലിടാൻ ഇന്നും നമ്മുടെ ഡെയിലി ലൈഫിൽ വി ആർ ഗിവിംഗ് ഇമ്പോർട്ടൻസ് മോർ ദാൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെക്കാട്ടിൽ അധികം പ്രാധാന്യം എന്തിനു നൽകിയാലും പൗലോസ് പറയാണ്, ഞാൻ ഇന്നും ഛേദമെന്ന് എണ്ണുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യമായി കാണുന്നതിനെ എടുത്ത് ട്രാഷിലിടണം. ചിലരുടെ വീട്ടിൽ ചെന്നാൽ റൂമിൽ ട്രാഷില്ല, ബെഡ്റൂമിൽ ട്രാഷ് ക്യാൻ ഇല്ല, ബാത്റൂമിൽ കയറിയാൽ ഒരു ട്രാഷ് ക്യാൻ ഇല്ല, കിച്ചണിൽ ചെന്നാൽ ഒരു ട്രാഷ് ക്യാൻ വെക്കത്തില്ല, അതിനകത്തൊരു കവറുണ്ട്. എല്ലാ റൂമിലും ട്രാഷ് ക്യാൻ വെക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഇന്നും ഛേദമെന്നെണ്ണുന്നു. ഉടപ്പറപ്പേ, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര നാളായി? എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ഉണർവും ദൂതും ഒക്കെ കേൾക്കാൻ മാത്രം ഇരിക്കുന്നവർ വിട്ടുപോകുമെന്ന് എനിക്കറിയാം. എനിക്കത് പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെക്കാട്ടിൽ അധികം പ്രാധാന്യം നൽകി മുമ്പോട്ട് പോകുന്നെങ്കിൽ പൗലോസ് പറയുന്നു, ഞാൻ ഇന്നും ട്രാഷിൽ ചില കാര്യങ്ങൾ ഇട്ടു. ഒരുപക്ഷെ അത് നിന്റെ ഡിഗ്രിയാകും. ചില ആളുകൾക്ക് സുവിശേഷ വേല ചെയ്യാൻ നേരമില്ല. അവര് BTH-ഉം BD-യും MTH-ഉം അവർക്ക് പഠിക്കുക, ഗ്രീക്ക് പഠിക്കുക, തിയോളജി പഠിക്കുക. എങ്ങോട്ടാണോ ഇയാള് പോകുന്നത്? അല്ലെങ്കിൽ മറ്റ് ജീവിതത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പേര് മാത്രമേ ഉള്ളൂ. അവർ ലാഭമായി കാണുന്നത് മറ്റു പലതുമാണ്. അത് ഞാൻ ഇവിടെ വിസ്തരിക്കുന്നില്ല, കാരണം ആർക്കെങ്കിലും ഒക്കെ അത് വിഷമങ്ങൾ വരും. ക്രിസ്തു വിശ്വാസികളെ, പെണ്ണിനോടും ആണിനോടും ഇന്ന് രാത്രിയിൽ ചോദിക്കാൻ ദൈവാത്മാവ് നൽകിയത്, നീ ട്രാഷിക്കളയേണ്ട പലതും, നീ ലാഭമായി, യേശുക്രിസ്തുവിനേക്കാൾ അധികമായി ലാഭമായി കരുതുന്ന പലതും ഇന്ന് രാത്രി എടുത്ത് ട്രാഷിക്കളയുവാൻ ദൈവാത്മാവ് പറയുന്നു. എന്നാൽ മാത്രമേ അത് അങ്ങനെ ചെയ്യണം എങ്കിൽ ഒരു കാര്യമുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കണം. എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവന്റെ മഹിമാധനം അറിയിക്കാനാണ് ജാതികൾക്ക് അവന്റെ മഹിമാധനം. എനിക്ക് ഓർമ്മയില്ല, 3-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ജാതികളോട് യേശു ക്രിസ്തുവിന്റെ മഹിമാധനം അറിയിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ താൻ ഉലകം ചുറ്റുന്നത്, ലോകം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്ര പേരുണ്ട് വെറുതെ ഇങ്ങനെ തലേ തുണിയിട്ട് കൈ വടിച്ച് ഇങ്ങനെ കൊട്ടിപ്പാടി പോകുന്നത് മുഴുവനും പിള്ളേർക്ക് ജോലി കിട്ടാനും, നല്ലൊരു വീടുണ്ടാക്കാനും, നന്മകൾ കിട്ടുവാനും, ഭൂമിയിലെ നന്മകൾക്ക് വേണ്ടി മാത്രം കൊട്ടിപ്പാടുന്നവരാണെങ്കിൽ തെറ്റിപ്പോയി. ലോകത്തിൽ ലാഭമായി നീ കാണുന്നത് ക്രിസ്തുവിനെ അല്ല. ഞാൻ വളരെ വേദനയോടെ പറയട്ടെ, വില കൊടുത്ത സുവിശേഷ ഫീൽഡിലേക്ക് വന്നതാണ്. കണ്ണു തുറന്ന് ഞാൻ ഒരാളെ കണ്ടാൽ ഞാൻ സൂക്ഷിച്ചു നോക്കും, ഇവർ വില കൊടുക്കുന്നത് എന്തിനാണ്? യേശുക്രിസ്തുവിനാണോ വില കൊടുക്കുന്നത്? യേശുക്രിസ്തുവിനാണോ വില കൊടുക്കുന്നത്? അവരുടെ ജീവിതത്തിലെ ലാഭം മറ്റു പലതും. ഇന്ന് രാത്രിയിൽ
തലേ തൊട്ട് ദൂത് പറയണമെന്നുണ്ട്. ഇന്ന് രാത്രി ട്രാഷിലെടുത്ത് എറിയേണ്ട പല കാര്യങ്ങളുമുണ്ട്. കാരണം നിനക്ക് ലാഭം ക്രിസ്തു അല്ല. ക്രിസ്തുവിനെ കൊണ്ട് പല ലാഭങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ വേറെയാണ്, നമ്മുടെ ലക്ഷ്യം വേറെയാണ്. ക്രിസ്തു എന്ന മഹിമാധനത്തെ അല്ല, ക്രിസ്തു എന്ന ശ്രേഷ്ഠനായ ധനത്തെ അല്ല നമ്മൾ കാണുന്നത്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ വയലിൽ ഒരു വലിയ നിധി കണ്ടു, സകല വിലയും കൊടുത്തുകൊണ്ട് ആ നിധിയെ സ്വന്തമാക്കി. ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലാഭമെന്നും ഗുണമെന്നും തോന്നുന്ന പലതിനെയും ഛേദമെന്നെണ്ണി, ക്രിസ്തുവിനെ മഹിമാധനമെന്നെണ്ണി ട്രാഷിക്കളയേണ്ടതിനെ എടുത്ത് ട്രാഷിക്കള, ദൂരത്ത് കളയേണ്ടതിനെ എടുത്ത് ദൂരത്ത് കള. എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത തിരിച്ചറിയൂ, അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ തിരിച്ചറിയൂ. ദൈവമക്കൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ലോകം വെറുത്തവർ യേശുവോടു ചേർന്നീരും എപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവർ യേശുവോടു ചേർന്നീരും എപ്പോഴും ആശ്വസിക്കും. ഭാഗ്യഗാനാൻ ചേരും വരെ കാത്തിടണേ. ഭാഗ്യഗാനാൻ ചേരും വരെ കാത്തിടണേ. എടുത്ത് ദൂരെ കളയേണ്ടതിനെ, ട്രാഷിക്കളയേണ്ടതിനെ, ഈ ലോകത്തിൽ വിലയേറിയതെന്നും ശ്രേഷ്ഠമെന്നും കാണുന്നതിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പലരും. എടുത്ത് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അനുഭവിക്കാത്തവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയതെന്ന് കരുതുന്നത്. ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചെക്ക് എഴുതി ഒപ്പിട്ട് ഒരു കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്താൽ, അതിന്റെ കൂട്ടത്തിൽ ഒരു പാവയും കൂടെ കൊടുത്താൽ, ആ കുഞ്ഞ് പാവയെ കയറി പിടിക്കും, അല്ലെങ്കിൽ ആ ഡോളിനെ കയറി പിടിക്കും. ചെക്ക് എവിടെങ്കിലും വലിച്ചെറിയും. കാരണം എന്താണെന്നറിയാമോ? ആ കൊച്ചിന് മൂല്യബോധമില്ല. എന്ന് പറഞ്ഞാൽ ഏതിന് മൂല്യമുണ്ടെന്ന് അറിയത്തില്ല. ഒരു കറൻസി രൂപ $5 എടുത്ത് അവളുടെ കൈ കൊടുത്താൽ ആ കുഞ്ഞതിനെ ചവയ്ക്കും, വേണമെങ്കിൽ ചവച്ചു തുപ്പും. പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ വേലക്കാർക്ക് എടുത്തു കൊടുത്തിരുന്ന ഒരു പൈസ ഉള്ളൂ. അന്ന് 2 രൂപയാ വീട്ടുവേല ചെയ്യുന്ന സഹോദരിമാർക്ക് കൊടുക്കുന്നത്. ലിസി മാത്യു അമ്മയുടെ മൈക്ക് ഓൺ ആണ്, അത് ഓഫ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഞാൻ ഈ രൂപ എടുത്ത് വായിലിട്ട് ചവയ്ക്കുന്നു. കാരണം ഞാൻ കുഞ്ഞാ, എനിക്കറിയത്തില്ല. പണം കൊടുക്കാൻ വന്നോടനെ എന്നെ അമ്മച്ചി പിടിച്ചിട്ട് തല്ലിയത് ഞാൻ ഓർക്കുന്നു. കാരണം മൂല്യബോധമില്ല. ഈ ലോകത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന പലരുമുണ്ട്. വെറുതെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. അത് എന്തിനാണെന്നറിയാമോ? അവരുടെ പല ഭൂമിയിലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ അവനെ ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞു, എന്നാൽ എനിക്ക് ഇന്നും ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് അവനെ അറിയണം, അവനെ അറിയണം, യേശുക്രിസ്തുവിനെ അറിയണം, യേശുക്രിസ്തുവിനെ നേടണം. ടു ഗെയിൻ ക്രൈസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ അറിയണം, യേശുക്രിസ്തുവിനെ എനിക്ക് ഇനിയും അനുഭവിച്ചറിയണം. എങ്ങനെ? യേശുവിനെ എനിക്ക് ഇനിയും അനുഭവിച്ചറിയണം. എനിക്ക് യേശുവിൽ ഇനിയും ഇരിക്കണം. എനിക്ക് അവനിൽ തന്നെ ഇരിക്കണം. എനിക്ക് അവന്റെ നീതി മതി. ന്യായപ്രമാണത്തിന്റെ നീതി എനിക്ക് വേണ്ട. എന്താ താൻ ഇത് പറയാൻ കാര്യം? ന്യായപ്രമാണത്തിന്റെ നീതി പറയുന്നവന്മാരാണ് നായ്ക്കൾ എന്ന് വിളിക്കുന്നത്. അത് 22-ാം സങ്കീർത്തനത്തിലെ ഒരു പദപ്രയോഗമാണ്. നായ്ക്കളെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ആ നാമാണ് യഥാർത്ഥത്തിൽ ഇവയെ വിട്ടുകളഞ്ഞ നമ്മളാണ് പരിച്ഛേദനക്കാർ എന്ന് പൗലോസ് പറഞ്ഞു. എനിക്ക് യേശുക്രിസ്തുവിലുള്ള നീതി മതി, ന്യായപ്രമാണത്തിന്റെ നീതി എനിക്ക് വേണ്ട. എനിക്ക് ഇനിയും അവനിലിരിക്കണം. ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ
പലർക്കും ഇതിന്റെ അർത്ഥവും അർത്ഥവ്യാപ്തിയും അറിയത്തില്ല. കഴിഞ്ഞ രാത്രി ഞാൻ ഏകനായി 2:30 എഴുന്നേറ്റു. കർത്താവെ, ഞാൻ എന്താ ദൈവവചനം സംസാരിക്കേണ്ടത്? ദൈവം എനിക്ക് പ്രകാശിപ്പിച്ചു തന്നത് ഈ ടെസ്റ്റാ. സാധാരണ കർത്താവ് എനിക്ക് തരുന്ന അതേ ആലോചനയെ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ എനിക്ക് നൽകുവാനുള്ള കാതലായ പ്രമേയം, ഈ ലോകത്തെ ഉപേക്ഷിക്കണമെങ്കിൽ, ഈ ലോകത്തെ ചപ്പും ചവറുമെന്ന് എണ്ണണമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജിന്റെ ശ്രേഷ്ഠത ലഭിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ ലോകത്തെ ചപ്പും ചവറുമായി എണ്ണത്തുള്ളൂ. സാധു സുന്ദർ സിംഗ് യേശുവിനെ അറിഞ്ഞു. അലക്സ് ഷൊമേൽച്ചാന്റെ മൈക്ക് ഓൺ ആണ്. സാധു സുന്ദർ സിംഗ് കർത്താവിനെ അറിഞ്ഞപ്പോൾ താൻ തന്റെ ഭവനത്തിൽ ശ്രേഷ്ഠമായിരുന്നതും തന്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായിരുന്നതിന് എല്ലാം കളഞ്ഞ്, എല്ലാം ഉപേക്ഷിച്ച് താൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. മോശയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം 11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ വലിയ ധനം വലിയ ധനം. ഞാൻ 2007 മുതൽ 2010 വരെ ക്രൈസ്റ്റ് ഫോർ ദ നേഷനിൽ പഠിച്ച ഒരാളാണ്. ഞാൻ പഠിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ ഒരു മകൻ, ന്യൂയോർക്കിൽ നിന്ന് വന്നൊരു പൈതൽ ആ സ്റ്റേജിൽ പാട്ട് പാടും നന്നായി. അപ്പൊ ഞാൻ വേറെ സീനിയർ സ്റ്റുഡന്റ് ആണ്, അദ്ദേഹം വന്നത്. ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ന്യൂയോർക്കിൽ നിന്ന് ഒരു അച്ചായന്റെ കോൾ വരും. എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, എന്റെ മകൻ ക്രൈസ്റ്റ് ഫോർ ദ നേഷനിൽ പഠിക്കുന്നുണ്ട്, അവനൊരു കല്യാണം വേണം. എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, ആരാണത്? അയ്യോ, അവിടെ പഠിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ പേര് ഇന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അവൻ എന്തോ പഠിക്കാൻ വന്നേ? അവന്റെ പാസ്റ്ററെ, അവൻ ഫാർമസിയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തതാണ്. അത് തീർന്ന് കഴിഞ്ഞ ഉടനെ എൻ്റെ കുഞ്ഞു പറഞ്ഞു, ജയിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞു പറഞ്ഞു, അവന് കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന്. അവൻ തോറ്റതല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തതല്ല. അവൻ സ്വന്തം തീരുമാനമെടുത്തിട്ടാണ് ആ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുവാൻ വന്നത്. ഞാൻ അന്തിച്ചു പോയി. നമ്മളിൽ പലരും തോറ്റു തുന്നം പാടുമ്പോഴും ജീവിക്കാൻ വലിയ നിലവാരമില്ലാതിരിക്കുമ്പോഴും ചില സഹോദരിമാരുണ്ട്, പഠിക്കുന്നതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാ പാസ്റ്റർമാരുടെ ഭാര്യമാരാകാം. പിന്നെ പെണ്ണെ, നീ എന്നെ അത് പഠിക്കാൻ, ഇതൊന്നും വേണ്ട, പാസ്റ്റർ ഭാര്യയായ പിന്നെ പഠിക്കുകയും വേണ്ട, തൊഴിക്കുകയും വേണ്ട, ഇങ്ങനെ വീട് തോറും നടന്ന് കാപ്പിയും കുടിച്ച് വാരി കിട്ടുന്നത് തിന്നുകൊണ്ട് സ്വോത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതിയല്ലോ. ദൈവവിളി ഉണ്ടായിട്ടൊന്നുമല്ല, രക്ഷപ്പെടാൻ വേണ്ടി പലതും വരുന്നുണ്ട്. ജോലി ചെയ്യാതെ ജീവിക്കാൻ പലതും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ഞാൻ ആ പിതാവ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഡോക്ടർ ഫാർമസി കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് പേരുന്നാളിൽ ഞാൻ പറയുന്നില്ല, അവൻ ആഫ്രിക്കയിലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഏതിനെ ശ്രേഷ്ഠമെന്ന് എണ്ണിയോ, കർത്താവിനെ ശ്രേഷ്ഠമെന്നെണ്ണി. ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കിട്ടിയവർക്ക് മാത്രമേ ട്രാഷ് ഏതാ, ചെക്ക് ഏതാ, മൂല്യമുള്ളത് ഏതാ, മൂല്യമില്ലാത്തത് ഏതാ, ജങ്ക് ഫുഡ് ഏതാ, നല്ല ഫുഡ് ഏതാ എന്ന് തിരിച്ചറിയാനുള്ള നോളജ് വേണം. ചവറന്ന് എണ്ണണമെങ്കിൽ, ഇല്ലെങ്കിൽ ജങ്ക് ഫുഡ് അടിക്കും, ഐസ്ക്രീം തന്നെ തിന്നുകൊണ്ടിരിക്കും. നല്ല ഫുഡ് ഏതാണ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഏതാന്ന് തിരിച്ചറിയുന്നവർക്കറിയാം, ഇത് കൊള്ളത്തില്ല, ഇത് ശരിയല്ല. ഇന്ന് രാത്രിയിൽ ഈ ലോക ജീവിതം നയിക്കുന്ന ദൈവമക്കളെ, ട്രാഷിനെ അള്ളിപ്പിടിച്ചോണ്ടിരിക്കരുത്. നമ്മൾ ചാകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകത്തില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ഇന്ന് രാത്രിയിൽ മൂല്യബോധമുള്ള വിശ്വാസികളാണോ? വിലയേറിയത് ഏതാണോ? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത് നല്ലതാണ്, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് നല്ലതാണ്, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ നമ്മുടെ പരിശ്രമം, നമ്മുടെ ഹാർഡ് വർക്ക് യേശുവിനെ നോക്കിക്കൊണ്ടായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഐ ആം ഡൂയിങ് വൺ തിങ്. അതാണ് മെയിൻ കോൺസെൻട്രേഷൻ. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യണം, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. പക്ഷെ മുഴുവൻ എനർജി അത് മാത്രമേ നമുക്കുള്ളൂ, അത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. അത് കഴിയുമ്പോൾ ഉറുമ്പ് ചാകുന്നത് പോലെ ചാകണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. ദാവീദ് പറയുന്നു, ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു,
അതേ മേരിയോട്, മാർത്തയോട് യേശു കർത്താവ് പറഞ്ഞു, മാർത്ത മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. നോ, ഒന്ന് മതി. വൺ തിങ് യു നീഡ്. അത് മറിയയിൽ നിന്ന് ആരും അത് അപഹരിക്കില്ല. ഒന്ന് നിനക്ക് ആവശ്യമുണ്ട്. പരിശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഈ തുഴച്ചിലുകളും ഒക്കെ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ ദിവസവും ഓരോ വ്യക്തിത്വങ്ങളെയും കുടുംബങ്ങളെയും കാണുമ്പോൾ അവരുടെ ഉന്നം, അവരുടെ ലക്ഷ്യം, അവരുടെ പരിശ്രമം ജീവിതത്തിൽ ഒരു വേളയാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ രോഗിയായി ആരും നോക്കാനില്ലാതെ, ഒന്നുമില്ലാതെ ഡയാലിസിസിന് പോയി രോഗം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ജീവിതം മുഴുവൻ കമ്പനിക്ക് വേണ്ടി, ജീവിതം മുഴുവൻ കുടുംബത്തിന് വേണ്ടി, ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു തീരാതെ നിന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഹ്വാനം നൽകുന്നത്. ഞാൻ ഈ സൂമിലൂടെയുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന ഗ്രേസിയാന്റെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഇസ്രായേൽ രാജ്യത്താണെങ്കിലും ഇങ്ങനെ കുറെ പേരെയൊക്കെ വിളിച്ചു പ്രാർത്ഥന നടത്തിയും ഞങ്ങളെ പോലെയുള്ളവരെ വിളിച്ച് പ്രസംഗിപ്പിച്ച് ഒരാളെങ്കിലും ദൈവദിനം കേൾക്കുവാനായിട്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ലാക്ക്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉന്നം അത് യേശു ക്രിസ്തുവിനെ അടുത്തറിയുന്നതും അവന് വേണ്ടി ജീവിക്കുന്നവരും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വലിയ വാക്യമുണ്ട്. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചാക്കിയത് കർത്താവിന് വേണ്ടി ജീവിക്കാനാണ്. ബാക്കി എല്ലാത്തിനും 2ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവിന് വേണ്ടി സകലതും ഛേദമെന്ന് എണ്ണി. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചു, നീ ആരാധനയ്ക്ക് പോയോ? ഇല്ല, ഇവിടെ ഒരു ടൂർണമെന്റ് ഉണ്ട്, അതിന് പോയി. ഞാൻ ചോദിച്ചു, സഭായോഗത്തെ മുടക്കി കളഞ്ഞ് നീ ടൂർണമെന്റിന് പോയോ? അപ്പൊ നിന്റെ ജീവിതത്തിന്റെ പ്രാധാന്യം എവിടെയാണ്? നിന്റെ ജീവിതത്തിന്റെ മൂല്യബോധം എവിടെയാണ്? ചില ആളുകൾക്ക് ആരാധന മുടക്കുന്നതൊന്നും ഒരു വിഷയമേ അല്ല. ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ആരാധനയ്ക്ക് പോകത്തില്ല, അല്ലെങ്കിൽ ഒരു മൂക്കൊലിപ്പ് വന്നാൽ ആരാധനയ്ക്ക് പോകത്തില്ല. പക്ഷെ ആരാധന സമയം കഴിഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ പോയി ഷാപ്പാൻ അടിക്കാൻ വേണ്ടി പോകും, ഉച്ച കഴിച്ച് കറങ്ങി നടക്കാനായിട്ട് പോകും. കാരണം എന്താണെന്നറിയാമോ? നിനക്ക് മൂല്യബോധമില്ല. ദൈവം എന്താണെന്നോ, ക്രിസ്തു എന്താണെന്നോ, ദൈവാരാധന എന്താണെന്നോ, വേദപുസ്തകം എന്താണെന്നോ, ആത്മീക കൂട്ടായ്മ എന്തെന്നോ അറിയാത്ത ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. പൊത്തോരുത്തത്തിൽ ജീവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയട്ടെ, മുൻസ്ഥാനം കർത്താവിന് കൊടുക്കുന്ന കുടുംബം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവവചനത്തിന്റെയും ദൈവത്തിനും മൂല്യബോധം കൊടുക്കുന്ന കുടുംബങ്ങൾ എവിടെയുണ്ടോ ആ കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ട്രാഷ് കളയണം, അല്ലെങ്കിൽ എടുത്തു വെക്കേണ്ടത് വെക്കേണ്ടടുത്ത് വെക്കണം. ട്രാഷിനെ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ അറിഞ്ഞതുപോലെ അല്ല ഞാൻ ഇന്ന് കർത്താവിനെ അറിയുന്നത്. എന്താണെന്നറിയാമോ? ഓരോ ദിവസവും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജ് കൂടി വരിക. അതെങ്ങനെയാണ്? പുസ്തകം പഠിച്ചിട്ടോ, കോളേജിൽ പോയി തിയോളജി പഠിച്ചിട്ടോ, ഡിഗ്രി എടുത്തിട്ടോ ഉള്ള അറിവിനല്ല ഞാൻ പറഞ്ഞത്. കർത്താവിനോടുള്ള ക്ലോസ്നെസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാം കുടുംബജീവിതം പോലെയല്ല. കല്യാണം കഴിക്കുമ്പോൾ വലിയ സ്നേഹമാണ്, അടുത്തിരിക്കും, പിന്നെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും, അടുത്തിരുന്ന് ജീവിക്കും. കുറെ നാൾ കഴിയുമ്പോൾ അടുത്താലും കുഴപ്പമില്ല, കണ്ടാലും കുഴപ്പമില്ല, എവിടെയും ഇരുന്നാലും വഴിയില്ല, നമ്മൾ അകന്നകന്ന് പോകുന്ന ഒരവസ്ഥ. എന്നാൽ ക്രിസ്തുവിനോടുള്ള ബന്ധം അങ്ങനെ ആയിരിക്കരുത്. ഓരോ ദിവസവും എൻ്റെ പ്രിയ, എന്നെ നിന്റെ പിന്നാലെ വലിക്കാം. ഉത്തമഗീതത്തിലെ ഒരു വാക്യമാണ്, എന്നെ നിന്റെ പിന്നാലെ. നമ്മൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ അളവ് കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് ചോദിച്ചത്, നീ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയം കർത്താവിനോട് ഏറ്റവും കൂടുതൽ എനിക്ക് അവനിൽ ഇരിക്കണം. ഇവിടെ പറയുന്നുണ്ട്, അത്രയുമല്ല, ഞാൻ 9-ാമത്തെ വാക്യം നോക്കിക്കേ, ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള നോളജ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത അറിയുമ്പോൾ എനിക്ക് ക്രിസ്തുവിനെ നേടണം. ടു ഗെയിൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാട്ടെ, എനിക്ക് ക്രിസ്തുവിനെ നേടണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം?
ആ വാക്യത്തിന്റെ അർത്ഥം എന്തെന്നറിയണമെങ്കിൽ ഗലാത്യർ 2 ഞാനത് വായിക്കുന്നൊന്നുമില്ല, ഇപ്പോൾ തന്നെ 10:17 ഞാൻ പറഞ്ഞു പോയിക്കൊള്ളാം എഴുതുന്നവർക്ക് വേണ്ടി. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ മോർ ഐ ലീവ്. ഞാനല്ല ഇനി ജീവിക്കുന്നത്, എനിക്ക് അവനെ നേടണമെന്ന് പറഞ്ഞാൽ ഞാനും അവനും തമ്മിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതേ അത്രമാത്രം. പൗലോസ് റോമാലേഖനം 8 പറയുകയാണ്, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപിരിപ്പാൻ കഴിയത്തില്ല. എന്നെ 30 ദിവസം പട്ടിണി കിട്ടാൻ എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്നെ ഉപദ്രവിച്ചാൽ എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്നെ കടലിൽ വലിച്ചെറിഞ്ഞാൽ എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. എന്നെ മൃഗയുദ്ധത്തിന് എറിഞ്ഞാൽ എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല. വരുവാനുള്ളതിനോ ഇപ്പോഴുള്ളതിനോ ആഴത്തിനോ ഒരു ശക്തിക്ക് പോലും യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിനെ നേടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, നോ, എന്റെ വില്ലല്ല, എന്റെ ഇഷ്ടമല്ല, എന്റെ ചിന്തയല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ട വിഷയമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇത് ആത്മീക ജീവിതത്തിന്റെ വേറൊരു തലമാണ്. ഈ നിലകളിലേക്ക് നമ്മളെല്ലാവരും, എനിക്കറിയത്തില്ല എത്രത്തോളം ശ്രദ്ധയോടെ ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരാളെങ്കിലും കേട്ടാൽ ഞാൻ ധന്യമായി. നമ്മുടെ ആത്മീക ജീവിതം ഒരു നല്ല നിലവാരത്തിലേക്ക് ഉയരണം. എനിക്ക് ക്രിസ്തുവിനെ നേടണമെന്ന് പറഞ്ഞാൽ we have been crucified with Christ, no more I live, but Christ lives in me. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, താൻ പിന്നീട് പറയുന്നത് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, എന്നാൽ ക്രിസ്തുവിൽ അവിടെ എഴുതിയിരിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ നായ്ക്കളെ സൂക്ഷിപ്പിൻ, ഈ നായ്ക്കൾ പറയുന്ന ന്യായപ്രമാണത്തിന്റെ പരിച്ഛേദന എന്ന ടീച്ചിങ്. എന്നാൽ വിശ്വാസത്തിന്റെ നീതി ലഭിച്ചവരാണ് ദമസ്കോസിന്റെ പടിവാതിക്കൽ മുതൽ ഇതിന്റെ വിശദീകരണം. ന്യായപ്രമാണത്തിന്റെ നീതിയും വിശ്വാസത്തിന്റെ നീതിയും അത് എക്സ്പ്ലനേഷൻ പഠിക്കണമെങ്കിൽ റോമാലേഖനം 3:21 മുതൽ അതിന് 4-5 അധ്യായത്തിന്റെ ഒടുവ് വരെ ആ ന്യായപ്രമാണത്തിന്റെ നീതിയും വിശ്വാസത്തിന്റെ നീതിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ കൊടുത്തിരിക്കുന്നു. അത് വായിച്ചു പഠിച്ചാൽ അറിയും. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ന്യായപ്രമാണത്തിന്റെ നീതിയും വിശ്വാസത്തിന്റെ നീതിയും നിങ്ങൾ അത് വായിച്ചാൽ മനസ്സിലാവും. പൗലോസ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ നേടണം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് കർത്താവിനെ ഇനിയും അറിയണം, എന്റെ യേശു കർത്താവിനെ എനിക്ക് അടുത്തറിയണം. ഞാൻ ഒരിക്കൽ കനാലയിൽ കൂടെ പോകുമ്പോൾ നടന്നു പോവുകയാണ്. ഞങ്ങളുടെ കുടുംബം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാലക്കാട് ട്രാൻസ്പോർട്ട് ഡിപ്പോയിൽ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു സഹോദരൻ, അദ്ദേഹമാണ് പാലക്കാട്ട് ആദ്യത്തെ വിശ്വാസികളിൽ ഒരാള്. അദ്ദേഹം ഈയിടെ മരിച്ചുപോയി. അതുപോലെ പാലക്കാട് ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡിലും നായർ ഫാമിലിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട പലരുമുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ കനാലെ കൂടെ നടന്നു വരുമ്പോൾ ഈ ഹിന്ദു സഹോദരൻ ഇങ്ങനെ ആ കനാലയിൽ ഇരുന്നുകൊണ്ട് കണ്ണടച്ച് കരയുന്നു. ഞാൻ ഇങ്ങനെ തട്ടി, എന്തേ എന്തേ? ഇല്ല, യേശുവിന് സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേന്നുള്ള പാട്ടുപാടി കരഞ്ഞതാന്ന് എന്നോട് പറയുക. ഞാൻ ഒരു ബന്ധക്കോസുകാരനെ ഒരു ബന്ധക്കോസുകാരിയും കണ്ടിട്ടില്ല. അത് ആദ്യത്തെ അവസാനത്തെ കണ്ടത്. ഒറ്റയ്ക്ക് ഒരു കനാൽ പാലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഹിന്ദു സഹോദരൻ യേശുവിന് സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരയുകയായിരുന്നു. എന്നോട് പറയുക, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിനോടുള്ള അറ്റാച്ച്മെന്റാ ഞാൻ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിനോട് കൂടുതൽ സ്നേഹമുള്ളവർക്ക് ലോകത്തോട് ഭ്രമം കുറയും. നമ്മുടെ ഇടയിലുള്ള ലോകഭ്രമങ്ങളും നമ്മുടെ പിള്ളേരുടെ ഇടയിലുള്ളതും ഞങ്ങളെ പോലെ ഉപദേശിമാരുടെ ലോകഭ്രമങ്ങളൊന്നും എണ്ണി പറയുന്നില്ല. കാരണം അതൊക്കെ കേൾക്കാൻ പാടില്ലാത്ത പലരും ഇരിപ്പുണ്ടെങ്കിലോ എന്ന് കരുതി ഞാനതിനെ അങ്ങ് വിട്ടുകളയുക. ലോകഭ്രമം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവസ്നേഹത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് ഈ ലോകസ്നേഹം ഉണ്ടാകത്തില്ല. അത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അണിഞ്ഞൊരുങ്ങാനും വലിയ വലിയ മേക്കപ്പും
വലിയ വലിയ സ്റ്റൈലും കാണിച്ചു നടക്കുന്നതിൽ നിന്ന് ക്രിസ്തുവിശ്വാസികൾ അകലം പാലിച്ചിരുന്നു. അവർക്ക് ആഭരണ ഭ്രമമില്ല. ആഭരണം പാപമല്ല, പക്ഷെ ആഭരണ ഭ്രമം പാപമാണ്. വസ്ത്രഭ്രമമില്ല. ഇന്ന് ഒരു 10ഓ 15ഓ ചുരിദാർ ഉണ്ടെങ്കിലും പിന്നെയും ഇവിടുന്ന് ചില സാധനങ്ങളുണ്ട്. നാട്ടിലോട്ട് പോയാൽ 1 ലക്ഷത്തിന്റെ സാരി മേടിച്ചോണ്ടാ വരുന്നേ. മേടിക്കുന്നതിന് കുഴപ്പമില്ല, 2 വർഷം വെച്ചിട്ട് പിന്നെ എടുത്ത് കളയും. ഞാൻ പറയട്ടെ സഹോദരി, കൂടപ്പുറപ്പേ, ലോകഭ്രമം നമുക്ക് നീഡുണ്ട് പലതും. ഞാൻ ഇതെല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്ന് പെന്തക്കോസുകാരിൽ ലോകസ്നേഹം അകത്ത് കയറിയിരിക്കുക. പെണ്ണിനും ആണിനും ആവശ്യത്തിൽ അധികമായിരിക്കുന്ന ഭ്രമം. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടും യേശുക്രിസ്തുവിനോട് കൂടുതൽ അറ്റാച്ച്ഡ് അല്ലാത്തത് കൊണ്ടാണ് ലോകത്തോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ലോകത്തോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൽ നിന്ന് അകലും. യേശുക്രിസ്തുവിനോട് അടുത്തിരിക്കുന്നവർ ലോകത്തോട് അകലും. യേശുക്രിസ്തുവിനോട് അടുത്തിരിക്കുന്നവർ ലോകത്തോട് അകലും. കാരണം ലോകത്തെ അവർക്ക് ചപ്പും ചവറും, ലോകത്തിന്റെ ഇഷ്ടങ്ങളും ലോകത്തിന്റെ സുഖങ്ങളും അവർക്ക് വേസ്റ്റ് ആണ്. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്ന് എപ്പോഴും ആശ്വസിക്കും. ആ പാട്ട് കേട്ടോ, ലോകം വെറുത്തവർ എപ്പോഴും യേശുവിനോട് ചേർന്നിരുന്ന് ആശ്വസിപ്പിക്കും. ഇന്ന് രാത്രിയിൽ ഒരു ചോദ്യം, നമ്മുടെ ഹൃദയം എവിടെയാ കുടുങ്ങിക്കൊടുക്കുന്നത്? നിനക്ക് ഏതിനോടാണ് ഇഷ്ടം? നീ ഏതിനെയാണ് താലോലിക്കുന്നത്? ബൈബിള് കയ്യിലുണ്ട്, പ്രസംഗം കയ്യിലുണ്ട്, ഗംഭീര പാട്ടുമാണ്, ഗംഭീര പ്രസംഗവുമാണ്. പക്ഷെ ലോകസ്നേഹമാണ് ഹൃദയത്തിനകത്തിരിക്കുന്നത്. ലോകത്തിന്റെ ഇമ്പങ്ങളാണ് ഇഷ്ടം. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളോടുമാണ് ഹൃദയം ഇഴുകിച്ചേർന്നിരിക്കുന്നത്, ഉപദേശിമാര് വരെ. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിനെ നേടുവാൻ കഴിയുകയില്ല. ലോക ഇമ്പങ്ങളിൽ ജീവിക്കുന്നവർ പുനരുത്ഥാനം പ്രാപിക്കത്തില്ല. അത് തെളിയിച്ചു പറഞ്ഞിട്ട് ഞാൻ പോകാം. എന്റെ പ്രസംഗം കട്ടിയായിട്ട് തോന്നും എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ വരവിങ്കൽ ലോകപ്രഭമുള്ളവർ പോകുകയില്ല. കാരണം ഇവിടെ താഴോട്ട് പൗലോസ് പറയുന്നു, എനിക്ക് ക്രിസ്തുവിനെ നേടണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വന്തം നീതിയല്ല. 10-ാം വാക്യത്തിലേക്ക് വരാം. എനിക്ക് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും എനിക്ക് അനുഭവിച്ചറിയണം. ചിലർ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ റോമാലേഖനം 6 എഴുതിയിരിക്കുന്ന സ്നാനമാണെന്ന്. അത് സത്യം, അത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? യേശു മരിച്ചതുപോലെ എനിക്കും കഷ്ടങ്ങളിൽ കൂടെ മരിക്കണം. അതിന് റോമിൽ പോയാൽ മതി. ഇപ്പൊ ഇരിക്കുന്ന പോപ്പ് ഇരിക്കുന്നിടത്തല്ല. ഞാൻ 4 മാസം മുമ്പ് അവിടെ പോയിരുന്നു. പോപ്പ് ഇരുന്നത് പോലെയല്ല. തൊട്ടപ്പുറത്ത് പൗലോസിനെ വെട്ടി ഒരൊറ്റ വെട്ട് തലയെ കൊണ്ട് കൊടുത്തു. തെറിച്ചു പോയെന്നാ എഴുതിയിരിക്കുന്നത്. ചോര ചീറ്റിക്കൊണ്ട് തെറിച്ചു പോയി തന്നെ തല. ഇത് പോപ്പുമാരൊക്കെ കാണണം. പൗലോസ് പറഞ്ഞെന്നറിയാമോ? അവന്റെ മരണത്തോട് അനുഭവത്തിൽ തന്നോട് പലരും ദൂത് പറഞ്ഞു, ജെറുസലേമിൽ പോകരുത്, നിന്നെ കൊല്ലും. താൻ ചാടി ഇറങ്ങി, ഞാൻ കഷ്ടം സഹിക്കാൻ വേണ്ടി മാത്രമല്ല, ഞാൻ മരിക്കുന്നതിന് റെഡിയായിരിക്കുന്നു എന്നാണ്. എന്നെ അസഹ്യപ്പെടുത്താതെ ഞാൻ മരിക്കാൻ റെഡിയാണ്. ഇവിടെ പറയുന്നത് സ്നാനമല്ല, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ റോമർ 6 പറയുന്ന സ്നാനമല്ല. ഇവിടെ പറയുന്നത് യാവൻ യേശുവിന് വേണ്ടി മരിക്കാൻ ഞാൻ റെഡിയായിരിക്കുന്നു. അതിൽ റോമിൽ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും എവിടെ വെച്ചാണ് പൗലോസ് കൊല്ലപ്പെട്ടതെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എനിക്ക് രുചിച്ചറിയണമെന്ന് പറഞ്ഞത്. യേശു ആകാശമേഘങ്ങളിൽ വരുമ്പോൾ എനിക്ക് ആ ഏറ്റവും നല്ല പുനരുത്ഥാനം പ്രാപിക്കണം. അപ്പൊ അതിനു വേണ്ടിയാണ് ലാക്കിലേക്ക് ഞാൻ ഓടുന്നത്. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഞാൻ അങ്ങ് രക്ഷിക്കപ്പെട്ടു, ഞാൻ വളരെ ഈസിയായി ഞാൻ രൂപാന്തരപ്പെടും, അല്ലെങ്കിൽ ഈസിയായി പുനരുത്ഥാനം പ്രാപിക്കും. എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ അനുഭവിച്ചറിയാത്തവർ മണ്ണിൽ നിന്ന് പൊങ്ങുമെന്നോ, അവർ രൂപാന്തരപ്പെടുമെന്നോ, അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല.
കാരണം ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി എനിക്ക് ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് കിട്ടണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ നേടണം. എനിക്ക് അവന്റെ വിശ്വാസത്തിന്റെ നീതിയിൽ എനിക്ക് ഇരിക്കണം. ഛർദ്ദിച്ചു കളഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നായ്ക്കളെ സൂക്ഷിപ്പീൻ. അത് പരിച്ഛേദനയായി ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ വിട്ടുകളഞ്ഞ പലതിലേക്കും നമ്മൾ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുക. ഒരിക്കൽ നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞ പലതിനെയും നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുക. നമുക്ക് ലോകമോഹത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ക്രാഷിൽ കളയേണ്ട പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് എടുത്തു കളയേണ്ടത്, നമ്മുടെ ചിന്തയിൽ നിന്നാണ് എടുത്തു കളയേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠത ലഭിച്ചവർക്ക് ആ കാര്യങ്ങൾ ചപ്പും ചവറുമായിട്ട് അവർക്ക് എണ്ണും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ഒരു 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 രോഗിയായ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ, കേക്ക് കൊണ്ടെന്നാലോ നമുക്ക് പായസം കൊണ്ടെന്നാലോ ഈ ലോകത്തിൽ വേറെന്തെങ്കിലും ഒന്ന് കണ്ടാലോ നമുക്ക് ടേസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. നമുക്കതിനോട് വെറുപ്പ് തോന്നും. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലും ഈ ലോകത്തിന്റെ മോഹങ്ങളിലും വിരാജിക്കുവാൻ കഴിയുകയില്ല. അത് അവർ ഹൃദയം കൊണ്ട് വെറുക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന്റെ സ്തോത്രം ചെയ്താട്ടെ. അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും ഇന്ന് രാത്രി ആരെങ്കിലും ചിലരെങ്കിലും കേൾക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകം വെറുക്കണം. ലോകം വെറുത്തവർ യേശുവിനോട് ചേർന്നിരുന്ന് ആശ്വസിക്കും. അത്ര ഈസി അല്ല പുനരുത്ഥാനം, അത്ര ഈസി അല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ഓർത്തുകൊള്ളുക. ഇവിടെ പൗലോസ് പറയുകയാണ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമോ? അവരോട് നമ്മൾ ചോദിക്കണം. പാസ്റ്ററായിരിക്കുന്നവരോടും നമ്മുടെ ദൈവമക്കളോട് ചോദിക്കണം, നീ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കുമോ? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതം? അല്ലെ, എന്റെ വൈഫിന്റെ ഫസ്റ്റ് കസിനാണ് സണ്ണി ചായൻ. ഈ കഴിഞ്ഞ ദിവസം ചെറുബാല്യം മുതൽ സഭാ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യൻ. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലൊരു ഫ്യൂണറൽ സർവീസ് ഇപ്പതാണ്. എന്റെ വൈഫിന്റെ ബ്രദറാണ് സണ്ണി ചായൻ. തന്റെ മകൻ കർത്താവിന്റെ വേല ലണ്ടനിൽ ചെയ്തു. അവൻ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്തിട്ട് അവരുടെ പെട്ടികളെല്ലാം തന്റെ വണ്ടിയിൽ കയറ്റി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മറ്റേ വണ്ടിക്ക് വരാൻ. പുള്ളിക്കാരന്റെ കൊച്ചു മോളും ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ എത്തി കാപ്പി കുടിച്ചപ്പോ പറഞ്ഞു, മോൾ നിങ്ങളുടെ വണ്ടി കയറ്റിയാക്കി, ഞാൻ നിർത്തിയേ വരുന്നുള്ളത്. കണ്ട് മന്ദവരുതി അവിടെ കണ്ട് എത്തിയപ്പോൾ ഒരു ബസ് ഇങ്ങോട്ട് വന്നു. നേരെ ബസ്സിൽ ചെന്ന് ഉറങ്ങിപ്പോയി, താൻ ഇടിച്ചു. ആ ഫ്യൂണറൽ സർവീസാണ് നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ ദാസനെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. നമ്മുടെ ജീവിതം ക്ഷണികമാണ്. നമ്മുടെ ജീവിതം ടെമ്പററിയാണ്. നമ്മുടെ ജീവിതം വയലിന്റെ പൂ പോലെയാണ്. സകല ജഡവും പൂ പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ ആ പൂ പോലെയും ആകുന്നു. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമ്മുടെ ഒറ്റ കോൺസെൻട്രേഷൻ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം നമുക്ക് പ്രാപിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. അത് ഈസിയായ കാര്യമല്ല. അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും എല്ലാം നമുക്ക് വെറുതെയായി. അതുകൊണ്ട് നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. ഏത് സമയത്തും നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കണം. ചവറിനെ കയറി പിടിക്കരുത്. പണ്ട് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഫ്ലൈറ്റിൽ തരുന്ന പല കാര്യങ്ങളും നമ്മൾ കാണാതെ ബാഗിൽ സൂക്ഷിക്കുന്നവരുണ്ട്. വിദേശയാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. പിന്നെ അത് വന്ന് ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ രഹസ്യമായിട്ട് ഇരിക്കുന്നു. ഞാൻ പലതും അവരുടെ ടിഷ്യൂ, അവർ തരുന്ന സ്പൂണ്, അവർ തരുന്ന പഞ്ചസാര, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിതെല്ലാം കാണാതെ ബാഗിലും പോക്കറ്റിലും ഒക്കെ നമ്മൾ എടുത്തു വെക്കും. അതുപോലെ ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ നല്ല ലോഷന്, നല്ല ഷാമ്പു, ഇതൊക്കെ ഓരോരുത്തരും ഞാൻ ഇതെല്ലാം ബാഗിൽ വെക്കും. എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരൻ പാസ് ഉണ്ടായിരുന്നു, ചാക്കോ. ഞാൻ ആദ്യം വന്ന 2011 അതും ഇസ്രായേലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പോയപ്പോഴൊന്നും ഞാനിതെടുത്തിട്ട് ആശക്കളയും, ഞാനിതൊന്നും എടുക്കത്തൊന്നുമില്ല, അവിടെ തന്നെ ഇട്ടിട്ട് പോരും. എന്നാൽ ഇതുപോലെയാണ് നമ്മുടെയും ജീവിതം. നമ്മള് ഇതെങ്ങാണ്ട് വിലയേറിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ബാഗിലും പോക്കറ്റിലും എടുത്തു വെക്കുന്നു. ബസ്സെ കയറി വന്ന് എന്നെ കളിയാക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരൻ പാസ്റ്റ് പറഞ്ഞു 2010. എല്ലാവരും നോക്കിയേ, ചാക്കോയുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയേ. കണ്ണിൽ കാണാൻ നല്ലതാണ്, ഇത് വളരെ മനോഹാരിതയാണ്. നല്ല കുപ്പിയാണെങ്കിലോ ചെറിയ കുഞ്ഞു കുപ്പികളും ബ്യൂട്ടിഫുള്ളാണ്. ഇതെല്ലാം ഞാൻ കയ്യിൽ കരുതുമായിരുന്നു.
എന്നാൽ പിന്നീട് പോയ ട്രിപ്പിൽ ഇതെല്ലാം എടുത്ത് ടാഷി ഞാൻ കളയുമായിരുന്നു. കാരണം ഇതിലൊന്നും വലിയ കാര്യമില്ലാതെ പിന്നീട് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രിയുടെ പ്രസംഗ വിഷയം യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന പലതുമുണ്ടെങ്കിൽ എടുത്ത് ടാഷി കളയുക. ടാഷി കളഞ്ഞില്ലെങ്കിൽ നമ്മൾ യേശുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ പൊങ്ങത്തില്ല, ഇവിടെ തന്നെ കറങ്ങാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. പൗലോസ് പറഞ്ഞു, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ആ വാക്യം നോക്കിക്കേ, ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നുണ്ടുന്നു. നമ്മളെല്ലാം ഉപേക്ഷിച്ചോ? നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചോ? നമ്മൾ സ്വർണം ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ പല കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ ക്രിസ്തുവിനോടുള്ള ബന്ധം തളർത്തുന്ന അല്ലെങ്കിൽ അത് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങൾ ഗീവപ്പ് ചെയ്യേണ്ടതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് പാപ സ്വഭാവമായിരിക്കാം, അത് മറ്റു പല ബന്ധങ്ങളായിരിക്കാം. ക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന്, നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്ന് രാത്രി ട്രാഷിൽ കളയുവാൻ നമ്മൾ തയ്യാറാകുക. പ്രവചന പുസ്തകത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അത് മദ്യപാനമെങ്കിൽ, അത് വെറിക്കൂത്തെങ്കിൽ, അത് അന്യായമായ ബന്ധനമാണെങ്കിൽ, അത് മോശമായതാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ട്രാഷിലെടുത്ത് നമുക്ക് കളയാം. ഇന്ന് രാത്രി നമുക്ക് ട്രാഷി കളഞ്ഞ് ഒരു പുതിയ വ്യക്തിത്വമായി നമ്മുടെ ജീവിതത്തിൽ പൗലോസ് പറയാണ് 12-ാം വാക്യത്തിൽ, ലഭിച്ചു കഴിഞ്ഞോ തികഞ്ഞവനായെന്നോ അല്ല. നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ഐ ആം എ പെർഫെക്റ്റ് മാൻ, ഞാൻ തികഞ്ഞവനായിട്ടില്ല. പൗലോസ് പറയാണ് എപ്പോഴും ഒരു ശൂന്യതാബോധം, ഞാൻ തികഞ്ഞവളായിട്ടില്ല. അത് ആരുമാകട്ടെ, ഞാൻ തികഞ്ഞവനായിട്ടില്ല. ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ? Can I achieve that? Can I gain that? എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. 13-ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു, ഞാൻ നേടിയെന്ന് നിരൂപിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്ന്, ഇവിടെ ശ്രദ്ധിക്കണം എല്ലാവരും, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഏതാണ് ഈ ഒന്ന്? പിൻപിലുള്ളതിനെ മറന്നു. ഏതാ പിൻപിലുള്ളത്? അയ്യോ, ഞാൻ ഒത്തിരി പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, ഞാൻ ഒത്തിരി സഭാ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി ബൈബിൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി ട്രാക്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒത്തിരി സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്നാനപ്പെടുത്തിയത് ആരെയാണെന്ന് പോലും ഓർമ്മയില്ലാത്ത വിധം പൗലോസ് പറയുന്നു. ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ചെയ്തു കൂട്ടിയതിനെ ഓർത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ കുറെ നേട്ടങ്ങള്. രാത്രി പൗലോസ് പറയുന്നു, ആ നേട്ടങ്ങളിൽ ഞാൻ തൃപ്തനാകുന്നില്ല. ഞാൻ ഇന്നലകളിൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്തിരിക്കുന്ന നേട്ടങ്ങളിൽ തൃപ്തനാകുന്നില്ല. പിൻപിലുള്ളതെന്ന് പറഞ്ഞാൽ താൻ ക്രിസ്തുവിന് വേണ്ടി കഴിഞ്ഞ കുറെ വർഷങ്ങൾ ചെയ്തത്. ഇപ്പൊ റോമിലെ കാരാഗൃഹത്തിൽ ഇരിക്കുക. പിൻപിലുള്ളതെന്ന് പറഞ്ഞാൽ തന്റെ മിഷണറി പ്രവർത്തനങ്ങളും താൻ നേടിയ നേട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കോട്ടങ്ങളും ഉണ്ടാകാം. ഇവയെല്ലാം പിൻപിലുള്ളതിനെ ഞാൻ മറക്കുന്നു. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കർത്താവേ, അടിയനൊന്നും ചെയ്തിട്ടില്ല കർത്താവേ, ഞാൻ ഇതുവരെയും ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മുൻപിലുള്ള യേശുക്രിസ്തുവാകുന്ന ആ പരമ വിളിയിലേക്ക് ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. എന്നോട്ടവും എന്റെ അധ്വാനവും. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടമാണ്. അപ്പോസ്തലനായ പൗലോസ്, ഞങ്ങള് എഫെസോസിൽ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തുർക്കിയിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. പൗലോസ് കൂടെയുള്ളവരെ കപ്പൽ മാർഗം പെടും, എന്നിട്ട് പുള്ളി കാൽനടയായിട്ട് ഓടും. 25 മൈലോളം ഒരു ദിവസം താൻ ഓടുമായിരുന്നെന്നാണ് അദ്ദേഹം. എനിക്കത് കൃത്യം അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല, താൻ ഓടി 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 യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിൽ യെശയ്യാ 40:40 ഒടുവിൽ ഇങ്ങനെയുണ്ട്, ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദിവസങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ തൃപ്തിയോടുകൂടെ ഇരിക്കാതെ വേണം പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ആ വലിയ വിളിക്ക് വേണ്ടി ഉത്സാഹത്തോടെ മുറുക്കി പിടിച്ചിരിക്കുന്ന പലതിനെയും എടുത്ത് ടാഷ് കളഞ്ഞ് നിത്യതയെ ലക്ഷ്യമാക്കി വല്ലവിധേനയും
മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ലാക്കിലേക്ക് ഓടാം, നമുക്ക് വിരുദിലേക്ക് ഓടാം. യേശു ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുക. ലോർഡ്, ഐ നീഡ് ടു നോ യു ലോർഡ് ജീസസ്, ഐ വാണ്ട് ടു ലവ് യു മോർ ആൻഡ് മോർ. എന്റെ കർത്താവേ, എനിക്ക് നിന്നെ സ്നേഹിക്കണം, നിന്നെ എന്റെ പിന്നാലെ വലിക്കാം. എനിക്ക് ഒരു മോർ എക്സലന്റ് നോളജ് അബൌട്ട് ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ വേ ഐ വാണ്ട് ടു ഗെയിൻ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിനെ നേടണം. I want to live in him. I want to be crucified with Christ. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള സ്നേഹം എനിക്ക് വേണ്ട, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടാൽ മാത്രം മതി. ഇങ്ങനെ ജീവിക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്നവർ മാത്രമേ വല്ലവിധേനയും മരിച്ചവരുടെ പുനരുത്ഥാനം പ്രാപിക്കത്തുള്ളൂ. ഇന്ന് ലോകസ്നേഹികളായി ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളും അള്ളിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങൾ യേശുവിന്റെ വരവെങ്കിൽ പോകയില്ല. ആ സത്യം മനസ്സിലാക്കുക. പൗലോസ് പറയുന്നു, ഇറ്റ്സ് എ ഹാർഡ് ജോബ്, ഇറ്റ് ഈസ് എ സീരിയസ് ബിസിനസ്. യേശു വരുമ്പോൾ ലോകസ്നേഹികളെ ചേർക്കത്തില്ല, ലോകത്തെ അള്ളിപ്പിടിച്ചു കൊണ്ടുപോകുന്നവരെ സ്നേഹിക്കത്തില്ല. യേശുവിനെ ആഴമായി സ്നേഹിച്ചവരെ മാത്രമേ കർത്താവ് ചേർക്കുകയുള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നമുക്ക് കേൾപ്പാൻ ദൈവമിടയാകട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാ ദിവസവും ഈ 2025 ഏപ്രിൽ മാസം 26-ാം തീയതിയും ചവറം നെണ്ണുന്നു. എടുത്ത് കള, ലോകസ്നേഹത്തെ എടുത്ത് കാശിക്കള, ലോക ഇമ്പങ്ങളെ എടുത്ത് കാശിക്കള, അന്യായ ബന്ധനങ്ങളെ എടുത്ത് കാശിക്കള. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ ജീവിതം തീരട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. 10:38 ഉള്ളൂ. 2 മിനിറ്റ് മുമ്പ് ഞാൻ നിർത്തി. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവിക ആലോചന ദൈവദാസനിൽ കൂടെ നമുക്ക് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മെ തന്നെ കേൾക്കപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തോട് അടുത്ത് വരുവാൻ തക്കവണ്ണം ഇടയായി തീരത്തക്ക രീതിയിൽ ഹല്ലേലൂയ ദൈവത്തിന് നമ്മെ അകത്തി കളയുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെന്നുള്ളത് നാം തിരഞ്ഞ് മനസ്സിലാക്കി അവയെ വിട്ടുഓടുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പൗലോസിനോടുകൂടെ ചേർന്നുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, മുമ്പിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള അതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്നുള്ളതായ ആ വചനപ്രകാരം ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ മനോജ് ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രധാന ഞാൻ പ്രാർത്ഥിക്കാം. പാസ്റ്റങ്ങള് ആശീർവാദം പറയണം. ഓക്കെ. ക്രൂശിലൂടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ, കേൾപ്പിച്ച തിരുവചനത്തിന്റെ സത്യങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന അവിടുത്തെ മധുരമേറിയ സത്യം ഞങ്ങൾ മനസ്സിലാക്കുവാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ മാത്രം ഞങ്ങളുടെ നിക്ഷേപമായിരിക്കാൻ, ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ മാത്രമായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. തിരുവചനത്തിന്റെ സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പ്രിയ അഭിഷിക്തനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി ഉപയോഗിക്കണമേ. കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും ദൈവദേശവും ദീർഘായുസ്സും കൊണ്ട് തൃപ്തി വരുത്തുമാറാകണമേ. കർത്താവിന്റെ ദാസനോട് കേൾപ്പിച്ച വാത്സല്യമേറിയ അങ്ങയുടെ മധുരകരമായ ഇമ്പമേറിയ വാത്സല്യമേറിയ അവിടുത്തെ ശബ്ദത്തിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇഹലോകത്തിലെ സകലതും ചപ്പും ചവറും എന്ന് എണ്ണി പൗലോസിന്റെ ജീവിതത്തിൽ കൊടുത്ത ദർശനം പൂർത്തീകരിപ്പാൻ കർത്താവെ, മൃഗയുദ്ധം, വെള്ളത്തിലുള്ള ആപത്ത്, കൂട്ടുകാരിൽ ഉണ്ടാവുന്ന ആപത്ത്, കഷ്ടം, പ്രയാസം, ദുഃഖം, ദുരിതം, ഒറ്റപ്പെടിയിൽ, ഈർച്ചവാള്, ഇതിന്റെ മുന്നിലൊന്നും പതറാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവിക ദർശനത്താൽ നിത്യത വരെ എത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ. ദർശനത്തിന്റെ കൂടെ ലഭിച്ച ആ വെളിപ്പാട് ആർക്കും ലഭിക്കാത്തത്, ശിഷ്യന്മാരുടെ കൂടെ നടന്ന് ലഭിക്കാത്തത്, പൗലോസ് ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ചത് ഞങ്ങൾക്ക് വിളമ്പിത്തന്ന അവിടുത്തെ വലിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഒരിക്കൽ കൂടെ തുറക്കുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള അകൃത്യങ്ങളെ, പാപങ്ങളെല്ലാം തിരുരക്തത്താലെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വർഗം അത്ഭുതം ചെയ്യണമേ. ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളിലൂടെ അനേക പേരെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി നിത്യയുടെ തുറമുഖത്തെത്തിപ്പാൻ ഞങ്ങളെ കർത്താവെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈസിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തന് ജീവിതത്തിൽ കൊടുക്കാവുന്ന ആത്മീയവും ഭൗതികവുമായ സകല നന്മകളും ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവെ മറ്റുള്ളവർ ഹല്ലേലൂയ നിന്ദിക്കാതിരിക്കത്തക്ക വിധത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ. അന്നേക്കുള്ളതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി സന്തോഷത്തോടെ ക്രിസ്തുവിൽ സമാധാനം പ്രാപിച്ച് അങ്ങിൽ വിശ്വസ്തത ആചരിപ്പാൻ അങ്ങ് ഞങ്ങളെ അളന്നു നോക്കുമ്പോൾ, അങ്ങ് ഞങ്ങളെ തൂക്കി നോക്കുമ്പോൾ അതിന് മാറ്റമില്ലാതെ അങ്ങയുടെ സ്ഥിരതയുള്ള വചനം ഞങ്ങളുടെ ഹൃദയതലത്തിൽ പ്രകാശിപ്പിച്ച് ഞങ്ങൾ അതിന് മൂലം കർത്താവെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം കൂറുവാൻ തക്കവണ്ണം പ്രിയ പൗലോസിന്റെ ജീവിതത്തിലൂടെ പ്രിയ കർത്തനാസിന് വരച്ചു കാട്ടിയ ദൈവിക തേജസ്സിനായ സ്തോത്രം. ഞങ്ങൾ ഏൽപ്പിക്കുന്ന ഓരോ കൃപാവരങ്ങളും ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിന്റെ പത്രങ്ങളായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. പ്രിയ ഗ്രേസിയാന്റെയും കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലീഡ് ചെയ്ത പ്രിയ കർത്തദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ബിന്ദുസിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സലമാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മോളിയാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അമലേസിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബ്രെൻ ജോൺസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഇവരനായ സ്തോത്രം ചെയ്ത് കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അബ്രഹാം ബ്രദറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ലിൻസി മാത്യുവിനായ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുക. ജെഫിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദർശനങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം കൃപയുണ്ടാകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സുശീലാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഞ്ജുശ്രീക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർമ്മേൽ പയറിന്റെ ഹോസ്റ്റായിരിക്കുന്ന പ്രിയ ദാസനായ കുടുംബങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷമായി ഇന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച അഭിഷിക്ത ദാസനെ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ വായായിരുന്നു അങ്ങയുടെ ദർശനം പ്രാപിച്ച അഭിഷിക്തനായി അനേക ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുവാൻ തക്കണം, ദർശനങ്ങൾക്ക് പൂർത്തീകരണം വരുവാൻ തക്കണം, ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരെയും ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തിൽ കണ്ടത് അനുഭവിച്ചതുമെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ വിശ്വസ്തത ആചരിപ്പാൻ നീതിമാനായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗം അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കടനായ സ്തോത്ര യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഇപ്പോഴും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, പ്രാർത്ഥനയും മറുപടി നൽകി തന്നതിനായി സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഇപ്പോഴും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, പാസ്റ്റേഴ്സ്.